ഹലോ മക്കളെ, നമ്മൾ ഇന്ന് 10th പ്രിലിംസ് എക്സാം ഏറ്റവും എളുപ്പത്തിൽ പാസ്സാകാൻ വേണ്ടി എന്തൊക്കെ പഠിക്കണം അല്ലേ എന്നുള്ള ക്ലാസ്സാണ് എടുക്കുന്നത്. രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഏറ്റവും കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ 10th പ്രിലിംസ് പാസ്സാവാൻ ഈ ക്ലാസ്സുകൾ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഫിസിക്സ് ആണ്. ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ ഫിസിക്സ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ദ്രവ്യമാണ് എടുക്കുന്നത്. ദ്രവ്യം എന്ന് പറഞ്ഞിട്ട് ദ്രവ്യത്തിന്റെ അവസ്ഥകളും ഇതൊക്കെ PSC സ്ഥിരം ചോദിക്കാറുണ്ട്. ദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യം എന്ന് വിളിക്കാം. എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യം എന്ന് വിളിക്കാം. അതായത് നിങ്ങളൊരു കല്ലെടുക്കാണ്, ആ കല്ലിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് അല്ലേ? അല്ല, നിങ്ങൾ കുറച്ച് വെള്ളം എടുക്കുകയാണ്, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്. ഇനി നിങ്ങളൊരു ബലൂൺ ഊതി വീർപ്പിക്കുകയാണ്, നിങ്ങൾ ഊതി 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 കുറേ എത്തുമ്പോൾ ആ ബലൂൺ പൊട്ടിപ്പോകും അല്ലെ? എന്താണ് കാരണം? ആ വായുവിനെ സ്ഥിതി ചെയ്യാനുള്ള സ്ഥലം ബലൂണിനകത്ത് ഇല്ലാതെ വരുമ്പോഴാണ് ആ ബലൂൺ പൊട്ടിപ്പോകുക അല്ലേ? നമ്മൾ ബലൂൺ ഊതി ഊതി കഴിയുമ്പോൾ കുറേ വീർക്കുമ്പോൾ പൊട്ടിപ്പോകുന്നില്ലേ? കാരണം എന്താ? ആ വായുവിന് സ്ഥിതി ചെയ്യാനുള്ള സ്ഥലം അതിനുള്ളിൽ ഇല്ലാതെ വരുമ്പോഴാണ് ആ ബലൂൺ പൊട്ടുന്നത്. അപ്പൊ ഇതിനൊക്കെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് അല്ലെ? അപ്പൊ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്തെന്ന് പറയാം? ദ്രവ്യം എന്ന് പറയാം. കിട്ടിയോ നിങ്ങൾക്ക്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് ദ്രവ്യം എന്ന് പറയാം. ഇനി ഈ ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ മാസ് അഥവാ പിണ്ഡം എന്ന് പറയുന്നത്. ഇപ്പൊ ഏതൊരു വസ്തു എടുത്താലും അതിന് കൃത്യമായിട്ടുള്ള അളവ് ഉണ്ടാവില്ലേ? നമ്മൾ അരി എടുക്കാണ്, പഞ്ചസാര എടുക്കാണ്, വെള്ളം എടുക്കാണ്, വായു എടുക്കണം, എന്തെടുത്താലും അതിന് എന്തുണ്ടായിരിക്കും? ഒരു കൃത്യം അളവ് ഉണ്ടാവും അല്ലേ? ആ അളവ്, ആ ദ്രവ്യത്തിന്റെ ആ അളവിനെയാണ് നമ്മൾ മാസ് അഥവാ പിണ്ഡം എന്ന് പറയുന്നത്. മാസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോഗ്രാം ആണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, അല്ലാതെ ഭാരത്തിന്റെ യൂണിറ്റ് അല്ല കിലോഗ്രാം. മിക്കവർക്കും തെറ്റും. കാരണം നമ്മൾ കടയിൽ പോയിട്ട് നമ്മൾ ഭാരം എന്നാണ് പറയുക അല്ലെ? ഇത്ര ഭാരം എന്ന് പറയും, അതിന്റെ യൂണിറ്റ് നമ്മൾ കിലോഗ്രാം ആയിട്ട് പറയും. പക്ഷെ ഭാരത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം അല്ല, മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. ഈ മാസും ഭാരവും വ്യത്യാസമുണ്ട്. മാസും വെയിറ്റും, ഭാരത്തിന് നമ്മ വെയിറ്റ് എന്ന് പറയില്ല, രണ്ടും രണ്ടാണ്. മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ്, അതിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പോൾ ഭാരം അഥവാ വെയിറ്റ് എന്താണ്? ഭാരം അഥവാ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ഗുരുത്വാകർഷണ ബലമാണ് ഭാരം അഥവാ വെയിറ്റ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ഗുരുത്വാകർഷണ ബലത്തെയാണ് നമ്മൾ ഭാരം അഥവാ വെയിറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഭൂമിയിൽ ഒരു വസ്തുവിന്റെ ഭാരം അല്ല ചന്ദ്രനിൽ ആ വസ്തുവിന് അല്ലെ? നമ്മൾ ഭൂമിയിലൊക്കെ നമുക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റും, പക്ഷെ ചന്ദ്രനിൽ ചെന്നാൽ നമ്മ എന്താണ്? പറന്ന് നടക്കും. കാരണം എന്താ? ചന്ദ്രനിൽ നമ്മുടെ ഭാരത്തിന്റെ 1/6 മാത്രമാണ് അനുഭവപ്പെടാം അല്ലെ? ഭാരം കുറവ് അനുഭവപ്പെടും. അപ്പൊ നമ്മൾ എന്താണ് നടക്കണം എന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള ഷൂ ഒക്കെ ഇട്ട് നടക്കണം, അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പറന്നു പോകും അല്ലെ? അപ്പൊ അതിന് കാരണം എന്താണ്? ഇവിടെ ഭൂമിയിൽ അനുഭവപ്പെടുന്നതിന്റെ 1/6 ഭാരമാണ്, 1/6 ഭാരം മാത്രമാണ് ചന്ദ്രനിൽ അനുഭവപ്പെടുന്നത്. അപ്പൊ അവിടെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസം വരുന്നത്? ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ഗുരുത്വാകർഷണ ബലമാണ് അവിടെ ഭാരം അഥവാ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞേ, അപ്പൊ വെയിറ്റിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഭാരത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഭാരത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഭാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലമാണ്. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ അല്ലേ? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന്. അപ്പൊ ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ഗുരുത്വാകർഷണ ബലമാണ് ഭാരം അഥവാ വെയിറ്റ് എങ്കിൽ ഭാരത്തിന്റെ അഥവാ വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, ഭാരം അഥവാ വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. എന്നാൽ ഭാരം അഥവാ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ഗുരുത്വാകർഷണ ബലമാണ് ഭാരം അഥവാ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിന്റെ നമ്മൾ ഭൂമിയിൽ വെച്ചാൽ ഒരു വസ്തുവിന്റെ മാസ് എന്താണോ അതേ മാസ് തന്നെയായിരിക്കും ആ വസ്തുവിനെ നമ്മൾ ചന്ദ്രനിൽ വെച്ചാലും വ്യാഴത്തിൽ വെച്ചാലും എവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും അതേ മാസ് തന്നെയായിരിക്കും ആ വസ്തുവിന്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വസ്തുവിന്റെ മാസ് അത് എവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഭൂമിയിൽ നമ്മുടെ ധ്രുവപ്രദേശത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്, അല്ലെങ്കിൽ ഭൂമധ്യ രേഖയിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്, ഇനി ചന്ദ്രനിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്, എവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു വസ്തുവിന്റെ മാസ് എന്ന് പറയുന്നത് എപ്പോഴും തുല്യമായിരിക്കും.
പക്ഷേ ഭാരം അഥവാ വെയിറ്റ് എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ഭാരം അഥവാ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലമാണ് അല്ലെ. അപ്പൊ ഈ ഗുരുത്വാകർഷണ ബലം വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അതിന്റെ ഭാരത്തിന് അഥവാ വെയിറ്റിന് വ്യത്യാസം വരും. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് കൺഫ്യൂസിങ് ആയതുകൊണ്ടാണ് ഇത്ര അധികം വിശദീകരിച്ച് പറഞ്ഞത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത്ര വിശദീകരിക്കാൻ നിൽക്കില്ല, എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ പറഞ്ഞു പോകും. ഇനി ഈ ദ്രവ്യത്തിന്റെ പല അവസ്ഥകൾ. ദ്രവ്യം എന്താണ്? ദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ള എന്തിനേയും ഏത് വസ്തുവിനെയും നമ്മൾ ദ്രവ്യം എന്ന് പറയും. അപ്പൊ ഈ ദ്രവ്യത്തിന് പല അവസ്ഥകളുണ്ട് അല്ലെ. ഖരം, ദ്രാവകം, വാതകം. ഇത് നമുക്ക് അറിയുന്ന അവസ്ഥകളാണ്. ചില വസ്തുക്കൾ ഖരാവസ്ഥയിലാണ് കാണുന്നത്, ചില വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലാണ്, ചിലത് വാതകാവസ്ഥയിലാണ്. അതിന് പുറമെ മറ്റവസ്ഥകൾ കൂടിയുണ്ട്. അതിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്ലാസ്മയാണ്. 4ാമത്തെ അവസ്ഥ പ്ലാസ്മ. ആ ഓർഡറിൽ തന്നെ പഠിക്കണം. കാരണം PSC ചോദിക്കും ദ്രവ്യത്തിന്റെ 6ാമത്തെ അവസ്ഥ എന്ത്, ദ്രവ്യത്തിന്റെ 7ാമത്തെ അവസ്ഥ എന്ത്, ദ്രവ്യത്തിന്റെ 4ാമത്തെ അവസ്ഥ എന്ത്, ഇങ്ങനെയാണ് ചോദിക്കുക. അപ്പൊ ആ ഓർഡറിൽ തന്നെ പഠിക്കണം. ഖരം, ദ്രാവകം, വാതകം കഴിഞ്ഞാല് 4ാമത്തെ അവസ്ഥ പ്ലാസ്മയാണ്, പ്ലാസ്മ അവസ്ഥ. പ്ലാസ്മ കഴിഞ്ഞാൽ പിന്നെ 5ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. 5ാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റും 6ാമത്തെ അവസ്ഥ ഫെർമയോണിക് കണ്ടൻസേറ്റും 7ാമത്തെ അവസ്ഥ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയുമാണ്. ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് കിട്ടൂല, എഴുതി വെച്ച് തന്നെ പഠിക്കണം. 4ാമത്തെ അവസ്ഥ വരെ സുഖമാണ്. 4ാമത്തേത് പ്ലാസ്മ അവസ്ഥ. പ്ലാസ്മ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ ഏത് അവസ്ഥയിൽ കാണപ്പെടുന്നു നമുക്ക് പറയുമ്പോൾ നമുക്ക് തോന്നും ഖരാവസ്ഥയിലാണോ വാതകാവസ്ഥയിലാണോ എന്നൊക്കെ തോന്നുന്നില്ലേ. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ എല്ലാത്തിൻ്റെയും കേന്ദ്രഭാഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ദ്രവ്യം എന്ന് പറയുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്നത് ഈ പ്ലാസ്മ അവസ്ഥയിലാണ്. അതേപോലെ മിന്നലുണ്ടല്ലോ, മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഈ പ്ലാസ്മ അവസ്ഥ തന്നെയാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത് ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയാണ്. നമുക്കറിയാലേ, അതായത് നമ്മുടെ തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പാക്ക് ചെയ്ത് കാണപ്പെടുന്നത്, ഏറ്റവും അടുത്തടുത്ത് ഇങ്ങനെ ആകർഷിച്ച് കാണപ്പെടുന്നത് ഖരാവസ്ഥയിലാണ്. അത് കഴിഞ്ഞ് ദ്രാവകാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ തന്മാത്രകൾക്ക് കുറച്ചും കൂടി ഊർജ്ജം കിട്ടും, അവരൊന്നും കൂടിയും അകന്നായിരിക്കും സ്ഥിതി ചെയ്യുക. എന്നാൽ ദ്രാവകാവസ്ഥയിലേക്ക് പോകുമ്പോഴോ ഈ തന്മാത്രകൾ തമ്മിലുള്ള അകലം ഒന്നും കൂടിയും കൂടും അല്ലെ, അവർക്ക് കുറച്ചും കൂടി ഊർജ്ജം കിട്ടും, അവ ഒന്നും കൂടി അകന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഖരപദാർത്ഥത്തെ ചൂടാക്കുമ്പോൾ അതിന് ഊർജ്ജം കിട്ടും, അപ്പൊ അത് ദ്രാവകാവസ്ഥയിലേക്ക് പോകും. വീണ്ടും നമ്മൾ ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും? അതിന് വീണ്ടും ഊർജ്ജം കിട്ടും, അപ്പൊ അത് വാതകാവസ്ഥയിലേക്ക് പോകും. കാരണം എന്താ? ഈ തന്മാത്രകൾക്ക് ഊർജ്ജം കിട്ടുമ്പോൾ അവ പരസ്പരം കുറച്ചും കൂടി അകന്നു പോകും. അപ്പൊ ഈ തന്മാത്രകൾ അകന്നു പോകുന്നതിനനുസരിച്ചിട്ട് അവസ്ഥാ പരിവർത്തനം ഉണ്ടാവും. ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് പോകും, പിന്നെ ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് പോകും അല്ലെ. അപ്പൊ ഈ തന്മാത്രകൾക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പ്ലാസ്മ അവസ്ഥയാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയാണ്. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. മിന്നൽ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, അത്ര അധികം ഉയർന്ന ഊഷ്മാവാണ് അല്ലെ. അപ്പൊ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. നമ്മൾ ആദ്യം പറഞ്ഞത് പ്ലാസ്മാവസ്ഥയായി പോയില്ലേ. പക്ഷെ നമുക്ക് ആദ്യം ഖരം, ദ്രാവകം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വരാം. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഖരാവസ്ഥ എന്ന് പറയുമ്പോൾ തന്മാത്രകൾ കുറച്ചും കൂടി കൂടുതൽ അടുത്ത് സ്ഥിതി ചെയ്യും അല്ലെ. തന്മാത്രകൾ കുറച്ചും കൂടി അടുത്താണ് സ്ഥിതി ചെയ്യുക. അതുകൊണ്ട് തന്നെ അവയ്ക്ക് എന്താണ്, ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ആകൃതി ഉണ്ട് ഇല്ലേ. ഖരങ്ങൾക്ക് ഖരാവസ്ഥയിൽ നിശ്ചിതമായിട്ടുള്ള ആകൃതിയും അവയ്ക്ക് കൃത്യമായിട്ടുള്ള വ്യാപ്തവുമുണ്ട്. ആകൃതിയുണ്ട്, വ്യാപ്തവുമുണ്ട്, നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്നാൽ ദ്രാവകാവസ്ഥയിലേക്ക് വരുമ്പോൾ അവയ്ക്ക് കൃത്യമായിട്ടുള്ള ആകൃതി ഉണ്ടോ? നമ്മൾ ഒരു കുപ്പിയിൽ എടുക്കുമ്പോൾ ആ കുപ്പിയുടെ ആകൃതി വരും. ഒരു കപ്പിൽ ദ്രാവകം എടുത്തു കഴിഞ്ഞാൽ അതിന് ആ കപ്പിന്റെ ആകൃതിയാണ് അല്ലെ. അല്ല, നമ്മൾ മറ്റെന്തെങ്കിലും ഒരു വസ്തുവിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് ആ ആകൃതി കൈവരിക്കും. അപ്പൊ കൃത്യമായിട്ടുള്ള ആകൃതി ഇല്ല, പക്ഷെ കൃത്യമായിട്ടുള്ള വ്യാപ്തമുണ്ട് ഇല്ലേ. നമ്മൾ 1 ലിറ്ററിന്റെ കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ 2 ലിറ്ററിന്റെ കുപ്പിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാല് അത് അപ്പോഴും ആ 2 ലിറ്ററിന്റെ കുപ്പിയിൽ പകുതിയല്ലേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളിപ്പോ 1 ലിറ്റർ കുപ്പിയിൽ നിറച്ചും വെള്ളം എടുത്തു, നിങ്ങൾ അത് 2 ലിറ്ററിന്റെ കുപ്പിയിലേക്ക് ഒഴിച്ചാൽ അത് 2 ലിറ്റർ കുപ്പിയിൽ നിറഞ്ഞിരിക്കുമോ? ഇല്ലല്ലോ, അത് അതിന്റെ പകുതി വരെ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അതിനെപ്പോഴും വ്യാപ്തം തുല്യമായിരിക്കും, പക്ഷെ ആകൃതിക്ക് വ്യത്യാസം വരും. അപ്പൊ ദ്രാവകങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആകൃതിയില്ല, പക്ഷെ കൃത്യമായിട്ടുള്ള വ്യാപ്തമുണ്ട്. എന്നാൽ വാതകങ്ങളുടെ കേസിൽ വരുമ്പോഴോ ഇത് രണ്ടും ഇല്ല. കൃത്യമായിട്ടുള്ള ആകൃതിയില്ല, കൃത്യമായിട്ടുള്ള വ്യാപ്തവും ഇല്ല. ഇപ്പൊ നിങ്ങൾ
ഒരു ചെറിയ കുപ്പിയിൽ കുറച്ച് വാതകം എടുത്തു, എന്നിട്ട് അത് നിങ്ങൾ വലിയ കുപ്പിയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ വാതകം ആ വലിയ കുപ്പിയിൽ മൊത്തമായിട്ട് പടരും. അല്ലാതെ എനിക്ക് ഇത്ര സ്ഥലം മതി എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ഥലത്തായിട്ട് നിൽക്കില്ല. അത് മൊത്തമായിട്ട് അതിൻ്റെ കണികകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഇതുണ്ടല്ലേ, സ്വാതന്ത്ര്യമാണ് ഇത് വാതകാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവയുടെ തന്മാത്രകൾക്ക്. അപ്പോൾ ഇവ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പടർന്ന് ഈ കുപ്പിയിൽ മൊത്തമായിട്ട് അത് സ്പ്രെഡ് ആവും. അപ്പം അതുകൊണ്ട് അതിൻ്റെ വ്യാപ്തത്തിനും വ്യത്യാസം വരും. അപ്പം ഖരപദാർത്ഥം ആകുമ്പോൾ കൃത്യമായിട്ടുള്ള വ്യാപ്തമുണ്ട്, കൃത്യമായിട്ടുള്ള ആകൃതിയുണ്ട്. എന്നാൽ ദ്രാവകത്തിലേക്ക് വരുമ്പോൾ ആകൃതിയില്ല, പക്ഷെ കൃത്യമായിട്ടുള്ള വ്യാപ്തമുണ്ട്. കൃത്യമായിട്ടുള്ള ആകൃതിയില്ല, പക്ഷെ വ്യാപ്തമുണ്ട്. വാതകാവസ്ഥയിലേക്ക് വരുമ്പോൾ ഇത് രണ്ടുമില്ല, ആകൃതിയുമില്ല, കൃത്യമായിട്ടുള്ള ആകൃതിയുമില്ല, കൃത്യമായിട്ടുള്ള വ്യാപ്തവും ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പ്ലാസ്മാവസ്ഥ 4ാമത്തെ അവസ്ഥയാണ്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മാവസ്ഥയാണ്. പ്ലാസ്മാവസ്ഥയെ കുറിച്ച് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്, നിർബന്ധമായിട്ടും പഠിക്കണം. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മാവസ്ഥയാണ്. സൂര്യന്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നതും പ്ലാസ്മാവസ്ഥയാണ്. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മാവസ്ഥയാണ്. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥയാണ് പ്ലാസ്മാവസ്ഥ. അതേപോലെ തന്നെ മിന്നലില് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നതും പ്ലാസ്മാവസ്ഥ തന്നെയാണ്. ഇനി അടുത്ത അവസ്ഥയാണ്, അതായത് 5ാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. 5ാമത്തെ അവസ്ഥയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഇതിനെക്കുറിച്ചൊന്നും കുറേ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. മിക്കപ്പോഴും PSC ചോദിക്കുക ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ എന്താണെന്നാണ് ചോദിക്കാറ്. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്. പിന്നെ ആ പേരിൽ തന്നെ നമുക്കറിയാലേ, ഏതോ 2 ശാസ്ത്രജ്ഞന്മാർ ചേർന്നിട്ടാണ് ഈ അവസ്ഥ കണ്ടെത്തിയത്. ആരൊക്കെ ചേർന്നിട്ടാണ്? ഒന്ന് ബോസ് അല്ലെ, ബോസ്. ഏത് ബോസാണ്? സത്യേന്ദ്രനാഥ ബോസും പിന്നെ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീനും. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ അവസ്ഥ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഈ അവസ്ഥയ്ക്ക് ഇവർ രണ്ടുപേരെയും പേര് കൊടുത്തിരിക്കുന്നത്. സത്യേന്ദ്രനാഥ ബോസും അതേപോലെ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീനും കൂടിയിട്ടാണ് ഈ അവസ്ഥ കണ്ടെത്തിയത്. അതുകൊണ്ട് നമ്മൾ ഈ 5ാമത്തെ അവസ്ഥ എന്ത് പറയുന്നു? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നു. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഫെർമയോണിക് കണ്ടൻസേറ്റ്. 6ാമത്തെ അവസ്ഥ എന്താണ്? ഫെർമയോണിക് കണ്ടൻസേറ്റ് ആണ്. ഈ ഫെർമയോണിക് കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ്. അത് ശ്രദ്ധിക്കണം. താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഫെർമയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ഫെർമയോണിക് കണ്ടൻസേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവ്യത്തിന്റെ താഴ്ന്ന താപനിലയിലുള്ള അവസ്ഥയാണെന്ന് ശ്രദ്ധിക്കാം. അടുത്തത് 7ാമത്തെ അവസ്ഥ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇത് വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ്. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഈ 7 അവസ്ഥകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇത് കഴിഞ്ഞിട്ടും അവസ്ഥകൾ ഉണ്ട്, ഇല്ല എന്നല്ല. അതായത് ടൈം ക്രിസ്റ്റൽ, അതുപോലെ തന്നെ എക്സിറ്റോണിയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസ്ഥകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിലും ഓരോ പേരുകളാണ്. പല ബുക്കിലും പല പേരുകളാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് അത് PSC അങ്ങനെ ചോദിക്കാറില്ല. ഇത് നിങ്ങൾ ഈ 7 അവസ്ഥകൾ നിർബന്ധമായിട്ടും പഠിച്ചേക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഈ ടൈം ക്രിസ്റ്റൽ എന്നുള്ളതും എക്സിറ്റോണിയം എന്നുള്ളതും ദ്രവ്യത്തിന്റെ പുതുതായി കണ്ടെത്തിയ അവസ്ഥകളാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാണ്? ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം തുടങ്ങിയവ പുതുതായി കണ്ടെത്തിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥകളാണ്. മറ്റവസ്ഥകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതും പുതുതായി കണ്ടെത്തിയ അവസ്ഥയാണെന്ന് ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ വെച്ചാൽ മതി. അതുപോലെ PSC ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ദൈവകണം. ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിഗ്സ് ബോസോൺ ആണ്. ദൈവകണം എന്ന് പറയപ്പെടുന്നത്. ഹിഗ്സ് ബോസോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ നമുക്ക് പ്രിലിംസ് എക്സാമിന് അതൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പൊ ഹിഗ്സ് ബോസോണിനെയാണ് ദൈവകണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ ഈ ബോസോൺ എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പോൾ ഡിറാക് ആണ്. എന്താണ്? ബോസോൺ എന്ന് പറഞ്ഞിട്ടുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് പോൾ ഡിറാക്കുമാണ്. എന്നാൽ ദൈവകണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ലിയോൺ ലിഡർമാൻ ആണെന്നും ഓർത്തു വെക്കാം. എന്താണ്? ബോസോൺ എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്, ബോസോൺ എന്നുള്ള പദം പോൾ ഡിറാക് ആണ് ഉപയോഗിച്ചത്. എന്നാൽ ദൈവകണം എന്നുള്ള പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ലിയോൺ ലിഡർമാൻ ആണ്. നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ ലോഡ് എന്നല്ലേ പറയാം? ലോഡ് അല്ലെ, ദൈവത്തിന് നമ്മൾ ലോഡ് എന്ന് പറയാറില്ല. അപ്പൊ ലോഡ് വെച്ച് ഓർത്താൽ മതി. ലോഡ് വെച്ചിട്ട് L വെച്ചിട്ട് ലിയോൺ ലിഡർമാൻ അല്ലെ, L വെച്ച് ഓർത്ത് വയ്ക്കുക. ലിയോൺ ലിഡർമാൻ ആണ്.
ഇനി ബോസോൺ എന്ന് പറയുമ്പോൾ അത് പോൾ ഡിറാക് ആണ്. പോൾ ഡിറാക് ആണ്. എന്തെങ്കിലും വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. ഇത് ക്ലാസ് കേൾക്കുന്നവർക്ക് കൂടി അത് ഉപകാരമായിരിക്കും. അപ്പൊ പോൾ ഡിറാക് ആണ് ബോസോൺ എന്നുള്ള പദം ഉപയോഗിച്ചത്. ഇനി അടുത്തത് അളവുകളും അതിന്റെ തോതുകളൊക്കെയാണ്. നമുക്കറിയാലേ, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂണിറ്റുകളെ നമ്മൾ മെയിൻ ആയിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്നും രണ്ടാമത്തത് ഡിറൈവ്ഡ് യൂണിറ്റ് എന്നും. ഫണ്ടമെന്റൽ യൂണിറ്റ് അഥവാ അടിസ്ഥാന അളവുകൾ, ഫണ്ടമെന്റൽ യൂണിറ്റ് അഥവാ അടിസ്ഥാന അളവുകളും ഡിറൈവ്ഡ് യൂണിറ്റ് അഥവാ വ്യുൽപ്പന്ന യൂണിറ്റ് അഥവാ ഡിറൈവ്ഡ് യൂണിറ്റ് എന്നും പറയും. ഈ ഫണ്ടമെന്റൽ യൂണിറ്റ് അഥവാ അടിസ്ഥാന യൂണിറ്റ് എന്ന് വെച്ചാൽ അവ അടിസ്ഥാനമായിട്ടുള്ളതാണ്. അതായത് നമുക്ക് ആ അളവുകളെ മറ്റ് വേറൊരു അളവും വെച്ച് പ്രസ്താവിക്കാൻ സാധ്യമല്ല. ആ അളവുകളെ നമുക്ക് മറ്റേതെങ്കിലും ഒരു അളവ് വെച്ചിട്ട് പ്രസ്താവിക്കാൻ സാധ്യമല്ല. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള അളവുകളാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന അളവ് നമുക്കറിയാലോ. ഒന്നാമത് നമ്മൾ പറഞ്ഞ കിലോഗ്രാം, മാസിന്റെ കിലോഗ്രാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദൂരം എന്നുള്ളതിന് നമ്മൾ മീറ്റർ പറയും അല്ലെ. മീറ്റർ, കിലോഗ്രാം ഉണ്ട്, മീറ്റർ. സമയത്തിന് നമ്മൾ സെക്കൻഡ് പറയും. അപ്പൊ ഇത് മൂന്നും അടിസ്ഥാന അളവാണ്. നമുക്ക് സെക്കൻഡ് ഒരിക്കലും കിലോഗ്രാം വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഒരിക്കലും നമുക്ക് ദൂരം വെച്ചിട്ടോ അല്ലെ മീറ്റർ വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇത് അടിസ്ഥാന അളവുകളാണ്. അതേപോലെ തന്നെ ഉള്ള മൊത്തത്തിൽ 7 അടിസ്ഥാന അളവുകളാണുള്ളത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു നീളം നമ്മൾ മീറ്ററിലാണ് പറയുക. രണ്ടാമത്തത് മാസ് നമ്മൾ കിലോഗ്രാമിലാണ് പറയുക. മൂന്നാമത്തത് സമയം നമ്മൾ സെക്കൻഡിലാണ് പറയുക. ഇനി വൈദ്യുത പ്രവാഹ തീവ്രത നമ്മൾ ആംബിയർ വെച്ചിട്ടാണ് പറയുക. വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ. അതുപോലെ താപനില, ടെമ്പറേച്ചർ നമ്മൾ കെൽവിനിലാണ് പറയുക. ശ്രദ്ധിക്കണം, കെൽവിനിലാണ് താപനില പറയുക. ഇനി പദാർത്ഥത്തിന്റെ അളവ് മോളിലാണ് പറയുക. ഇനി പ്രകാശ തീവ്രത എന്ന് പറയുമ്പോൾ കാണ്ടില്ല. നമുക്ക് പ്രകാശം ഭയങ്കര തീവ്രമായിട്ട് കണ്ണിലേക്ക് അടിച്ചാൽ ഒന്നും കാണാൻ പറ്റില്ല അല്ലെ. അപ്പൊ കാണ്ടില്ല. അപ്പൊ ഈ 7 അളവുകളാണ് നമ്മൾ അടിസ്ഥാന അളവുകളായിട്ട് എടുത്തിട്ടുള്ളത്. അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണ്? 7 എണ്ണം പറഞ്ഞു. 7 എണ്ണം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നീളത്തിന് നമുക്കറിയാം മീറ്റർ ആണെന്ന്, മാസിന് നമുക്കറിയാം കിലോഗ്രാം ആണെന്ന്, സമയത്തിന് നമുക്കറിയാം സെക്കൻഡ് ആണെന്ന്. വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ. ഇത്ര ആംബിയർ കറണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറില്ല. അപ്പൊ ആംബിയർ ആണ് കറണ്ട്. വൈദ്യുത പ്രവാഹ തീവ്രത, ഇലക്ട്രിക് കറണ്ട് അഥവാ വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയുന്നത് ആംബിയർ ആണ്. അത് ക്യാപിറ്റൽ A വെച്ചിട്ട് തന്നെയാണ് ഡിനോട്ട് ചെയ്യുക. താപനിലയിൽ നമുക്ക് മെയിൻ ആയിട്ട് 3 എണ്ണം അറിയാം അല്ലെ. ഡിഗ്രി സെൽഷ്യസ് അറിയാം, ഫാരൻഹീറ്റ് അറിയാം, കെൽവിൻ അറിയാം അല്ലെ. അതിൽ കെൽവിൻ ആണ് ഇതിന്റെ അടിസ്ഥാന അളവായിട്ട് എടുത്തിട്ടുള്ളത്. കെൽവിന്റെ K ആണ് ഡിനോട്ട് ചെയ്യുക. പദാർത്ഥത്തിന്റെ അളവ് എന്ന് പറയുമ്പോൾ മോളാണ്. പദാർത്ഥത്തിന്റെ അളവ് മോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, MOLE ഇല്ല. അതിന്റെ യൂണിറ്റ് എഴുതുമ്പോൾ MOL മാത്രമേ ഉള്ളൂ, E ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പദാർത്ഥത്തിന്റെ അളവിന്റെ അടിസ്ഥാന യൂണിറ്റ് മോളാണ്, MOL ആണ് വരാം. ഇനി പ്രകാശ തീവ്രത കാണ്ടിലയാണ്. CD. പ്രകാശം നല്ല തീവ്രമായിട്ട് കണ്ണിലേക്ക് അടിച്ച് നമുക്കൊന്നും കാണാൻ പറ്റില്ല, കാണ്ടില എന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഡിറൈവ്ഡ് യൂണിറ്റ് അഥവാ വ്യുൽപ്പന്ന യൂണിറ്റ് എന്താണ്? അതായത് ഇപ്പൊ നമ്മൾ ഏരിയ പറയാണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാൽ നീളം ഇൻറ്റു വീതി അല്ലെ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നീളത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, വീതിയുടെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ മീറ്റർ ഇൻറ്റു മീറ്റർ എന്ന് പറയുമ്പോൾ മീറ്റർ സ്ക്വയർ. അപ്പൊ നമ്മൾ ഏരിയയ്ക്ക് ഒരു പുതിയ യൂണിറ്റ് ഉണ്ടാക്കിയെടുത്തു, മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് അല്ലെ. മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് ഉണ്ടാക്കിയെടുത്തു. അപ്പൊ ഇതെന്താണ്? ഇതൊരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. ഇപ്പൊ വോളിയത്തിന്റെ യൂണിറ്റ് അഥവാ നമ്മൾ വ്യാപ്തത്തിന്റെ യൂണിറ്റ് പറയുമ്പോൾ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം പറയും. അപ്പൊ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ എന്ന് പറയുമ്പോൾ മീറ്റർ ക്യൂബ്. അപ്പൊ വ്യാപ്തത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ നമ്മൾ എന്താണ്? ഒരു അടിസ്ഥാന അളവ് ഉപയോഗിച്ചിട്ട് അല്ലെ. മീറ്റർ എന്ന് പറഞ്ഞ ഒരു അടിസ്ഥാന അളവാണ്, ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. അത് ഉപയോഗിച്ചിട്ട് പുതിയൊരു യൂണിറ്റ് ഉണ്ടാക്കിയെടുത്തു അല്ലെ. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ചിട്ട് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളെയാണ് നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ് അഥവാ വ്യുൽപ്പന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതല്ലാതെ മറ്റൊരു എക്സാമ്പിൾ നോക്കണം. പ്രവേഗം എന്ന് പറയുന്നത് സ്ഥാനാന്തരം ബൈ സമയമാണ്. നമ്മൾ ഇനി ഇതൊക്കെ പഠിക്കും. പ്രവേഗം എന്ന് പറയുന്നത് സ്ഥാനാന്തരം ബൈ സമയമാണ്. അപ്പൊ സ്ഥാനാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലെ. അപ്പൊ അതിന്റെ അളവ് മീറ്റർ ആണ്. ബൈ സമയം എന്ന് പറയുമ്പോൾ സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രവേഗത്തിന്റെ യൂണിറ്റ്. പ്രവേഗം അഥവാ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഈ മീറ്റർ എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന അളവാണ്, സെക്കൻഡ് എന്ന് പറയുന്നത് മറ്റൊരു അടിസ്ഥാന അളവാണ് അല്ലെ. അപ്പൊ ഇത് ഉപയോഗിച്ച് നമ്മൾ പുതിയൊരു യൂണിറ്റ്
പ്രവേഗത്തിന് പുതിയൊരു യൂണിറ്റ് ഉണ്ടാക്കിയെടുത്തു. ആ യൂണിറ്റ് നമ്മൾ എന്തെന്ന് പറയും? ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയും, അഥവാ വ്യുൽപ്പന്ന യൂണിറ്റ് എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്താണ്, പ്രകാശവർഷം എന്താണെന്ന് പഠിക്കണം. കാരണം അത് PSC സ്ഥിരം ചോദിക്കാറുണ്ട്, ആസ്ട്രോണമിക്കൽ യൂണിറ്റും ഈ പ്രകാശവർഷവും. അതായത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഈ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയെന്ന് അറിയോ? 15 കോടി കിലോമീറ്റർ ആണ്. 15 കോടി കിലോമീറ്റർ. അപ്പൊ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ആ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ ആണ്. 15 കോടി, വെറും കിലോമീറ്റർ അല്ല, 15 കോടി കിലോമീറ്റർ ആണ്. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. നമ്മളിപ്പോ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കല്ലേ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ ഗ്രഹങ്ങളിലേക്കുള്ള അകലം, അതേപോലെ നക്ഷത്രങ്ങളിലേക്കുള്ള അകലമൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റിനേക്കാളും വലിയ അളവാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. പ്രകാശവർഷം ആ പേരിൽ തന്നെ അറിയാം അല്ലെ, പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. പ്രകാശം ഒരു സെക്കൻഡിൽ എത്ര സഞ്ചരിക്കും അറിയോ? പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. ഒരു സെക്കൻഡിലാണ് പ്രകാശം, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ പ്രകാശം ഒരു വർഷം എത്ര കിലോമീറ്റർ സഞ്ചരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? അതിനെയാണ് നമ്മൾ ഒരു പ്രകാശവർഷം എന്ന് പറയുക. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. ഇത് ഏകദേശം 9.46 × 10⁻12 കിലോമീറ്റർ ആണ്. 9.46 × 10⁻12 കിലോമീറ്റർ ആണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. എപ്പോഴും PSC ചോദിക്കുക പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഇനി പ്രകാശം ഒരു സെക്കൻഡിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും എന്നുള്ള കാര്യം പഠിച്ചിരിക്കുക. 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 ലക്ഷം കിലോമീറ്റർ എന്നുള്ളതിന് നമുക്ക് 3 × 10⁻8 എന്ന് എഴുതാം. 3 × 10⁻8 മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് എന്നും എഴുതാം. 3 × 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ ഒരു സെക്കൻഡിലുള്ള വേഗത. ശൂന്യതയിൽ കൂടി ഒരു സെക്കൻഡിലുള്ള വേഗത 3 × 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത്തരത്തില് പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. PSC പലതവണ ചോദിച്ചിട്ടുണ്ട് പ്രകാശത്തിന്റെ ശൂന്യതയിൽ കൂടിയുള്ള വേഗത. പ്രകാശത്തിന്റെ ശൂന്യതയിൽ കൂടിയുള്ള വേഗത 3 × 10⁻8 മീറ്റർ പെർ സെക്കൻഡ്. 3 × 10⁻8 മീറ്റർ പെർ സെക്കൻഡ് അഥവാ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നായാലും പറയാം. ഇനി പ്രകാശവർഷം എന്താണ്? ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. നക്ഷത്രങ്ങളിലേക്കും അതുപോലെ ഗ്രഹങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ വേണ്ടി പറയുന്നത് നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് പറയാ. ഇത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണെന്നും കൂടി പഠിച്ചു വെക്കണം. അടുത്തത് നമ്മൾ പ്രവൃത്തി, പവർ, ഊർജ്ജമാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം അല്ലെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇംഗ്ലീഷിൽ വർക്ക് എന്ന് പറയും അല്ലെ. നമ്മൾ എന്ത് ചെയ്താലും ഞാൻ വർക്ക് ചെയ്തു അല്ലെ. ഇപ്പം നമ്മൾ ഇപ്പോൾ ലാപ്ടോപ്പിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ നമ്മൾ പറയും ഞാൻ വർക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഫിസിക്സിൽ അതല്ല വർക്ക്. ഫിസിക്സിൽ എന്താണ്? വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ബലം പ്രയോഗിക്കണം. ഇനി ബലം പ്രയോഗിച്ചാൽ മാത്രം പോരാ, ബലം പ്രയോഗിച്ച ദിശയിൽ അതിന് സ്ഥാനമാറ്റവും ഉണ്ടാകണം. എങ്കിലേ ഫിസിക്സിൽ അവിടെ വർക്ക് ചെയ്തു അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്തു എന്ന് പറയുള്ളൂ. മനസ്സിലായോ? ഫിസിക്സിന്റെ ടേമിൽ പ്രവൃത്തി അഥവാ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബലം പ്രയോഗിക്കണം. ഇനി ബലം പ്രയോഗിച്ചാൽ മാത്രം മതിയോ? പോരാ, ബലം പ്രയോഗിച്ച ദിശയിൽ അവിടെ സ്ഥാനമാറ്റം സംഭവിക്കണം. എങ്കിലേ പ്രവൃത്തി ചെയ്തു എന്ന് പറയുള്ളൂ. അപ്പൊ പ്രവൃത്തിയുടെ ഇക്വേഷൻ നമുക്ക് എന്തെന്ന് പറയാം? ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനമാറ്റം ഉണ്ടായെങ്കിൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നു അല്ലെ. അപ്പൊ നിങ്ങൾക്ക് പ്രവൃത്തിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് തന്നെത്താൻ പറയാലോ. എന്താണ് പ്രവൃത്തിയുടെ ഇക്വേഷൻ? പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ബലം വേണം. അപ്പൊ ബലം ഇൻറ്റു സ്ഥാനാന്തരം അല്ലെ. ബലം പ്രയോഗിച്ചാൽ മാത്രം പോരാ, അവിടെ സ്ഥാനാന്തരം സംഭവിക്കണം, ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കണം അല്ലെ. അപ്പൊ പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബലം ഇൻറ്റു സ്ഥാനാന്തരം, അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ്. നമ്മ ബലം പ്രയോഗിച്ചു അല്ലെ. അപ്പൊ അത് ഫോഴ്സ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ബലം പ്രയോഗിച്ചാൽ മാത്രം പോരാ, അവിടെ എന്തും കൂടി വേണം? സ്ഥാനമാറ്റം സംഭവിക്കണം, അതായത് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കണം. അപ്പൊ പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. പഠിച്ചോ?
പ്രവൃത്തിയുടെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇതിന്റെ യൂണിറ്റ് പഠിക്കും അല്ലേ? നമ്മൾ യൂണിറ്റ് പഠിക്കാൻ വേണ്ടി ഊതാപ്ര എന്ന് ഓർത്ത് വെക്കുക. പ്രവൃത്തിയുടെ യൂണിറ്റ് ഊതാപ്ര എന്ന് ഓർത്ത് വെക്കുക. എന്ന് വെച്ചാൽ ഊർജം, താപം, പ്രവൃത്തി, ഇതിന്റെ മൂന്നെണ്ണത്തിന്റെ യൂണിറ്റും ജൂള് തന്നെയാണ്. ഇതിപ്പോ തന്നെ പഠിച്ചു പോകാം, അല്ലെങ്കിൽ നമുക്കിത് എപ്പോഴും PSC ചോദിക്കാറുണ്ട്, മിക്കവരും ഇത് തെറ്റിക്കാറുണ്ട്. അപ്പൊ ഊതാപ്ര എന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് കിട്ടും ഊർജം, താപം, പ്രവൃത്തി. ഇതിന്റെ മൂന്നെണ്ണത്തിന്റെയും യൂണിറ്റ് എന്ത് തന്നെയാണ്? ജൂള് തന്നെയാണ്. ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അയാളോടുള്ള ഒരു ബഹുമാനാർത്ഥമാണ് ഇതിന് ജൂൾ എന്നുള്ള പേര് നൽകിയിരിക്കുന്നത് ഈ യൂണിറ്റിന്. അപ്പൊ എന്തിന്റെയൊക്കെ യൂണിറ്റ് ആണ് ജൂള്? ഊതാപ്ര, ഊർജം, താപം, പ്രവൃത്തി. ഊർജം, താപം, പ്രവൃത്തി, ഇത് മൂന്നെണ്ണത്തിന്റെ യൂണിറ്റും ജൂള് തന്നെയാണ്. ഇപ്പൊ തന്നെ പഠിച്ചു പോകാം, ഇത് മൂന്നെണ്ണത്തിന്റെയും യൂണിറ്റ് ജൂള് തന്നെയാണ്. ഉറപ്പായിട്ടും PSC ചോദിക്കും, സ്ഥിരം PSC ചോദിക്കാറുള്ളതുമാണ്. ഇനി നമ്മൾ ഇപ്പൊ ഒരു ഒരു മതിൽ പിടിച്ച് തള്ളി, ഒരു ചുമര പിടിച്ച് നമ്മൾ തള്ളി. അപ്പൊ അവിടെ സ്ഥാനാന്തരം, നമ്മൾ രാവിലെ തൊട്ടൊന്നും തള്ളാണ്, പക്ഷെ നമ്മൾ അവിടെ ഫോഴ്സ് പ്രയോഗിക്കുന്നുണ്ടല്ലേ, പക്ഷെ എന്താണ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും സംഭവിക്കുന്നില്ല. ആ ചുമര അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അവിടെ വർക്ക് എന്താണ്? പ്രവൃത്തി എന്താണ്? സീറോയാണ്. കാരണം ഡിസ്പ്ലേസ്മെന്റ് സീറോയാണ്, അപ്പോൾ അവിടുത്തെ പ്രവൃത്തിയും സീറോയാണ്. ഇനി നമ്മൾ ഒരു ബലം പ്രയോഗിച്ചു, അതേ ദിശയിൽ തന്നെ അതിന് സ്ഥാനമാറ്റം സംഭവിച്ചു എങ്കിൽ നമുക്ക് അവിടെ പോസിറ്റീവ് വർക്ക് നടന്നു എന്ന് പറയാം. നമ്മളൊരു വസ്തുവിൽ ബലം പ്രയോഗിച്ചു, ആ ബലം പ്രയോഗിച്ച അതേ ദിശയിൽ തന്നെയാണ് അതിന് സ്ഥാനമാറ്റം സംഭവിച്ചത് എങ്കിൽ നമുക്കതിന് പോസിറ്റീവ് വർക്ക് എന്ന് പറയാം. നമ്മൾ ചെയ്യുന്ന ഭൂരിഭാഗം പ്രവർത്തികളും പോസിറ്റീവ് വർക്കാണല്ലേ. ഇപ്പൊ നമ്മളൊരു കസാര പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ആ കസാര നമ്മൾ വലിച്ച ദിശയിലേക്കാണ് വരാം അല്ലെ. നമ്മളൊരു ബെഞ്ച് പിടിച്ച് ഉന്തി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണോ അത് ബലം പ്രയോഗിച്ചത് അതേ ദിശയിൽ പോകും. നമ്മളൊരു ബോൾ കിക്ക് ചെയ്യാണ്, നമ്മളൊരു ബോള് കാലുകൊണ്ട് നല്ല ഷോട്ടിൽ അടിക്കുകയാണ്, അപ്പൊ ബോൾ ഏത് ദിശയിലേക്കാണോ നമ്മൾ ബലം പ്രയോഗിച്ചത് അതേ ദിശയിലേക്കായിരിക്കും ബോൾ സഞ്ചരിക്കുക. അപ്പൊ ഇതൊക്കെ പോസിറ്റീവ് വർക്കിന് എക്സാമ്പിൾ ആണ്. എന്നാൽ നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദിശയിലാണോ ബലം പ്രയോഗിക്കപ്പെട്ടത് അതിന് ഓപ്പോസിറ്റ് ദിശയിൽ സ്ഥാനമാറ്റം ഉണ്ടാകുക. കുറച്ച് ശ്രദ്ധിക്കുക, കാരണം ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. നമ്മൾ ഏത് ദിശയിലാണോ ബലം പ്രയോഗിച്ചത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിലാണ് സ്ഥാനമാറ്റം സംഭവിച്ചത് എങ്കിൽ അത് നെഗറ്റീവ് പ്രവൃത്തിയാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഘർഷണ ബലം, അതായത് നമ്മൾ ഒരു പെട്ടി, തറയിലിരിക്കുന്ന ഒരു പെട്ടി നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുകയാണ്. അങ്ങനെ പിടിച്ചു വലിക്കുന്ന സമയത്ത് നമ്മൾ പ്രയോഗിച്ച ബലത്തിന് അതേ ദിശയിലാണ് സ്ഥാനമാറ്റം ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ് അല്ലെ. നമ്മൾ ഒരു പെട്ടി പിടിച്ച് വലിച്ചു, ആ പെട്ടി പിടിച്ച് വലിച്ചപ്പോൾ നമ്മൾ പ്രയോഗിച്ച ദിശയ്ക്ക് അനുസരിച്ച് സ്ഥാനമാറ്റം ഉണ്ടായി. അപ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ്. പക്ഷേ ഈ പെട്ടി പിടിച്ച് വലിക്കുന്ന സമയത്ത് അവിടെ തറ ഒരു ഘർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട് ഇല്ലേ. തറ ഒരു ഘർഷണ ബലം പ്രയോഗിക്കുന്നില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഘർഷണ ബലം പഠിച്ചതാണ്. നമ്മൾ ഏതൊരു വസ്തുവും ചലിക്കുമ്പോൾ ആ വസ്തുവിനെ എതിർക്കുന്ന, ആ വസ്തുവിന്റെ ചലനത്തെ എതിർക്കുന്ന രീതിയിൽ ഒരു ഘർഷണ ബലം അനുഭവപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ തറ പ്രയോഗിച്ച ഘർഷണ ബലം, തറയല്ലേ അവിടെ ഘർഷണ ബലം പ്രയോഗിച്ചത്, നമ്മളല്ലല്ലോ ഘർഷണ ബലം പ്രയോഗിച്ചത്, അല്ല തറയാണ് ഘർഷണ ബലം പ്രയോഗിച്ചത്. അപ്പൊ തറ പ്രയോഗിച്ച ഘർഷണ ബലത്തെ വെച്ച് നോക്കുമ്പോൾ ആ വസ്തുവിനുണ്ടായ ചലനം എങ്ങോട്ടാണ്? നേരെ ഓപ്പോസിറ്റ് ദിശയിലാണ്. ശരിയല്ലേ? തറ പ്രയോഗിച്ച ഘർഷണ ബലത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വസ്തുവിന് ചലനം ഉണ്ടായത്. അപ്പൊ തറ ചെയ്ത പ്രവൃത്തി എന്താണ്? തറ ചെയ്ത പ്രവൃത്തി നെഗറ്റീവാണ്. തറ ചെയ്ത പ്രവൃത്തി നെഗറ്റീവാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഒരു ബെഞ്ച് പിടിച്ച് അങ്ങോട്ട് തള്ളുന്നു, അങ്ങോട്ട് തള്ളുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഘർഷണ ബലം അനുഭവപ്പെടുക. അപ്പൊ ആ ഘർഷണ ബലത്തെ വെച്ച് നോക്കുമ്പോൾ അവിടെ നടന്ന പ്രവൃത്തി നെഗറ്റീവാണ്. കാരണം ഘർഷണ ബലത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അവിടെ സ്ഥാനമാറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ തറ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് നെഗറ്റീവും നമ്മൾ ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ്. അതേപോലെ തന്നെയാണ് നമ്മളൊരു ബോൾ എടുത്ത് മുകളിലേക്ക് എറിയുന്നു. നമ്മൾ ബോൾ മുകളിലേക്ക് എറിയുന്ന സമയത്ത് അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവാണ്. കാരണം എന്താ? നമ്മൾ ഏത് ദിശയിലേക്ക് ബലം പ്രയോഗിച്ചോ അതേ ദിശയിലാണ് ബോൾ സഞ്ചരിക്കുന്നത്, മുകളിലേക്ക്. എന്നാൽ ആ ബോൾ മുകളിലേക്ക് സഞ്ചരിക്കുന്ന അതേ സമയം ആ ബോളിന്മേല് ഒരു ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നുണ്ട് ഇല്ലേ. ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളിന്മേലും ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നില്ലേ. അപ്പൊ ബോൾ മുകളിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് അതിന്മേൽ ഭൂമി ഒരു ഭൂഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. ആ പ്രയോഗിക്കുന്ന ഭൂഗുരുത്വാകർഷണ ബലം എങ്ങോട്ടാണ് പ്രയോഗിക്കുക? താഴേക്കല്ലേ പ്രയോഗിക്കുക. ആ ഭൂഗുരുത്വാകർഷണ ബലത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ നമ്മൾ ഒരു ബോൾ മുകളിലേക്ക് എറിയുമ്പോൾ അത് സഞ്ചരിക്കുക.
അപ്പൊ ഭൂമി പ്രയോഗിക്കുന്ന ഭൂഗുരുത്വാകർഷണ ബലത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇപ്പോൾ ആര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ബോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഭൂമി ചെയ്ത പ്രവൃത്തി നെഗറ്റീവും നമ്മൾ ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ബോൾ നമ്മൾ മുകളിലേക്ക് എറിയുന്ന സമയത്ത്, താഴേക്ക് വരുന്ന സമയത്തല്ല, ബോൾ നമ്മൾ മുകളിലേക്ക് എറിയുന്ന സമയത്ത് നമ്മൾ എവിടേക്കാണോ ബലം പ്രയോഗിച്ചത് അതേ ദിശയിൽ തന്നെയാണ് ബോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ്. പക്ഷെ ആ ബോൾ മുകളിലേക്ക് പോകുന്ന അതേ സമയം ഭൂമി ആ ബോളിന്മേൽ ഒരു ഭൂഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിനെ വെച്ച് നോക്കുമ്പോൾ അവിടെ നടക്കുന്ന പ്രവൃത്തി നെഗറ്റീവ് അല്ലേ? കാരണം ഭൂമി താഴേക്ക് വലിക്കുന്ന സമയത്ത് ബോൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയെ വെച്ച് നോക്കുമ്പോൾ അവിടെ നടന്ന പ്രവൃത്തി നെഗറ്റീവ് ആണെന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. നമ്മൾ അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഫസ്റ്റ് പ്രവൃത്തി എന്താന്ന് പറഞ്ഞു അല്ലെ? പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനമാറ്റം ഉണ്ടായെങ്കിൽ നമ്മൾ പ്രവൃത്തി ചെയ്തു എന്ന് പറയും. ഇനി പ്രവൃത്തിനെ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും സീറോയും പറഞ്ഞു. ബലം പ്രയോഗിച്ച അതേ ദിശയിലാണ് സ്ഥാനമാറ്റം ഉണ്ടായതെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് പ്രവൃത്തി എന്നും, ബലം പ്രയോഗിച്ച ദിശയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്ഥാനമാറ്റം ഉണ്ടായതെങ്കിൽ അവിടെ പ്രവൃത്തി നെഗറ്റീവ് എന്നും, ഇനി സ്ഥാനമാറ്റം ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രവൃത്തി സീറോയുമാണെന്ന് പറഞ്ഞു. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണെന്ന് പറഞ്ഞു. പ്രവൃത്തിയുടെ മാത്രമല്ല ഊതാപ്ര അല്ലെ, ഊർജം, താപം, പ്രവൃത്തി, ഇത് മൂന്നെണ്ണത്തിന്റെ യൂണിറ്റും ജൂള് തന്നെയാണ്. ഊർജം, താപം, പ്രവൃത്തി, ഈ മൂന്നെണ്ണത്തിന്റെ യൂണിറ്റും ജൂള് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളൊരു സയന്റിസ്റ്റിന്റെ പേര് പറഞ്ഞില്ലേ, എന്താണ്? നമ്മുടെ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറഞ്ഞില്ലേ, ഈ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ് ജൂൾ നിയമവും ഊർജ്ജ സംരക്ഷണ നിയമവും ആവിഷ്കരിച്ചത്. അപ്പൊ ജൂൾ നിയമം ആവിഷ്കരിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും, ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. എന്താണ് ഈ ഊർജ്ജ സംരക്ഷണ നിയമം? ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് നമുക്ക് ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഊർജ്ജത്തിനെ നമുക്ക് ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കുള്ളൂ എന്ന് പ്രസ്താവിക്കുന്നതാണ് ഊർജ്ജ സംരക്ഷണ നിയമം. എന്താണ്? നമുക്ക് ഊർജ്ജത്തെ നിർമ്മിക്കാനും സാധ്യമല്ല, ഊർജ്ജത്തെ നശിപ്പിക്കാനും സാധ്യമല്ല. ഊർജ്ജത്തെ നമുക്ക് എപ്പോഴും ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധ്യമാകുള്ളൂ എന്ന് പറയും. നമ്മൾ ഒരു വിറക് കത്തിക്കുന്നു. വിറകിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് രാസോർജമാണ്. അത് കത്തിക്കുന്ന സമയത്ത് ആ ഊർജം എന്തായി മാറുന്നു? താപോർജവും പ്രകാശോർജവുമായി മാറുന്നു അല്ലെ? അപ്പൊ ഊർജം നമ്മൾക്ക് എപ്പോഴും ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ സാധിക്കുള്ളൂ. അതിനൊരിക്കലും നശിപ്പിച്ച് കളയാൻ സാധ്യമല്ല എന്ന് പറയുന്നതാണ് ഊർജ്ജ സംരക്ഷണ നിയമം. അത് ആവിഷ്കരിച്ചത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. അപ്പൊ ചിലർക്കൊരു സംശയം വരും, E=mc² എന്നുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതല്ലേ ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് തോന്നും. പക്ഷെ അത് ഊർജ്ജ സംരക്ഷണ നിയമം എന്നല്ല അറിയപ്പെടുന്നത്. അത് ലോ ഓഫ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ലോ ഓഫ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി, അതായത് ഈ ഊർജവും മാസും തമ്മിലുള്ള ബന്ധമാണ് അതിൽ പറയുന്നത്. ഊർജവും മാസും, അതായത് ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഒന്നില്ലെങ്കിൽ ഊർജ രൂപമാണ്, അല്ലെങ്കിൽ അതൊരു മാസാണ്, ഒരു പിണ്ഡമാണ്. ഒന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഒന്നില്ലെങ്കിൽ ഒരു പിണ്ഡമാണ്, അല്ലെങ്കിൽ അതൊരു ഊർജമാണ്. ഇതിനെ രണ്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കും. ഇപ്പൊ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധത്തെ കുറിച്ച് പറയുന്ന ലോ ഓഫ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി ആണ് E=mc² എന്ന് പറയുന്നത്. ആ ഇക്വേഷൻ ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. എന്നാൽ ഊർജ്ജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. ജൂൾ നിയമം ആവിഷ്കരിച്ചതും ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ തന്നെയാണ്. അടുത്തത് പവർ. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂണിറ്റ് സമയത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയാണ് പവർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പ്രവൃത്തി പറയാണ്. പ്രവൃത്തി നമ്മൾ ഇപ്പോൾ ഒരാള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്ത പ്രവൃത്തിയും, ഒരാള് രാവിലെ തൊട്ട് ഉച്ച വരെ ചെയ്ത പ്രവൃത്തിയും, ഒരാള് 1 മണിക്കൂർ ചെയ്ത പ്രവൃത്തിയും പറഞ്ഞാൽ അത് നമുക്ക് ഈക്വൽ ആയിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മൾ എപ്പോഴും ഈക്വൽ ആയിട്ട് കണക്കാക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് കൃത്യമായിട്ട് അയാൾ എത്ര പ്രവൃത്തി ചെയ്തു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും യൂണിറ്റ് സമയം വെക്കും, ഇല്ലേ? അതായത് 1 മണിക്കൂറിൽ ചെയ്ത പ്രവൃത്തി, അല്ലെങ്കിൽ 1 സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തി, അല്ലെങ്കിൽ 1 മിനിറ്റിൽ ചെയ്ത പ്രവൃത്തി, അങ്ങനെ കണക്കാക്കിയാലല്ലേ നമുക്ക് കൃത്യമായിട്ട് എത്ര പ്രവൃത്തി ചെയ്തു എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിനെയാണ് നമ്മൾ പവർ എന്ന് പറയാം അല്ലെ? യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് പവർ എന്ന് പറയുന്നത്. യൂണിറ്റ് സമയത്തിൽ കൂടുതൽ പ്രവൃത്തി ചെയ്ത അയാൾക്കാണ് കൂടുതൽ പവർ എന്ന് പറയാറില്ലേ? അപ്പൊ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് പവർ. കിട്ടിയോ? യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് പവർ എന്ന് പറയുന്നത്. ഇനി പവറിന്റെ യൂണിറ്റ് നമ്മൾ വാട്ട് എ പവർ എന്ന് പറയാറുണ്ട് അല്ലെ? നല്ല പവർ ഉള്ള ആൾക്കാരെ കാണുമ്പോൾ വാട്ട് എ പവർ, എന്തൊരു പവറാണ് അവന് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ട് ആണ് പവറിന്റെ യൂണിറ്റ്. നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടി പറഞ്ഞാണ് വാട്ട്.
വാട്ടാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു. ഒരു യൂണിറ്റ് മാത്രമല്ല, നമുക്ക് ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അല്ലേ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയാണെന്ന്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? പ്രവൃത്തി ബൈ സമയം. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയല്ലേ പവർ. അപ്പൊ പവർ ഈസ് ഈക്വൽ ടു പ്രവൃത്തി ബൈ സമയം എന്ന് എഴുതാം. എഴുതിക്കൂടെ? പ്രവൃത്തി ബൈ സമയം. ഈ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂളാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. അതുപോലെ സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് ജൂൾ പെർ സെക്കൻഡ് എന്നുള്ളതും എഴുതാം. പവറിന്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് എന്ന് എഴുതിക്കൂടെ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവൃത്തി ബൈ സമയമാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്, സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പൊ നമുക്ക് പവറിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് എന്നും കൊടുക്കാം. ഇനി അത് കൂടാതെ മറ്റൊരു യൂണിറ്റ് ഉണ്ട്, അതാണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഹോഴ്സ് പവർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ മോട്ടറിന്റെ ഒക്കെ പവർ പറയുമ്പോൾ സാധാരണ വലിയ അല്ലെ മെഷീൻസിന്റെ ഒക്കെ പവർ പറയുമ്പോൾ നമ്മൾ വാട്ടിലല്ല പറയുക, കൂടുതലും എന്തിലാണ്? ഹോഴ്സ് പവറിലാണ് പറയുക. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 746 വാട്ടാണ്. ഒരു ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു 746 വാട്ടാണ്. PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്, അത് നിർബന്ധമായിട്ടും പഠിച്ചേക്കണം. ഒരു ഹോഴ്സ് പവർ ഈക്വൽ ടു, ഒരു HP ഈക്വൽ ടു 746 വാട്ട്. ഒരു ഹോഴ്സ് പവർ അല്ലെങ്കിൽ ഒരു HP എന്ന് പറയുന്നത് 746 വാട്ടാണെന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അപ്പോൾ നമ്മൾ പ്രവൃത്തിയും പഠിച്ചു, പവറും പഠിച്ചു. ഇനി ഊർജ്ജം എന്താണ്? ഊർജ്ജം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജ്ജം അല്ലെ. നമുക്ക് പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഓടണം, ചാടണം, എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമുക്ക് ഊർജ്ജം വേണ്ടേ? അപ്പൊ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്തെന്ന് പറയുന്നത്? ഊർജം എന്ന് പറയുന്നത്. പവർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രവൃത്തിയുടെ നിരക്ക് അല്ലെ. പ്രവൃത്തിയുടെ നിരക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറഞ്ഞത്. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് പവർ എന്ന് പറഞ്ഞത്. ഈ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. അപ്പൊ ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? നിങ്ങൾ തന്നെ പറഞ്ഞു, ഊർജത്തിന്റെ യൂണിറ്റ് എന്താണ്? ജൂള് തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞു ഊതാപ്ര, ഊർജം, താപം, പ്രവൃത്തി, ഇത് മൂന്നെണ്ണത്തിന്റെ യൂണിറ്റും ജൂള് തന്നെയാണ്. അപ്പൊ ഊർജത്തിന്റെ യൂണിറ്റും ജൂള് തന്നെയാണ്. ഇനി നമുക്ക് ഊർജത്തെ ഗതികോർജം എന്നും സ്ഥിതികോർജം എന്നും പറയാം. ഊർജം തന്നെ സ്ഥിതികോർജം എന്നും ഗതികോർജം എന്നും പറയാം. ആ സ്ഥിതി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ എന്താണ് സ്ഥിതികോർജം എന്ന് പറഞ്ഞത്? സ്ഥാനം മൂലം, ഒരു വസ്തുവിനെ അതിന്റെ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. സ്ഥിതി, സ്ഥാനം, സ്ഥിതി, സ്ഥാനം ഇല്ലേ? പൊട്ടൻഷ്യൽ എനർജി എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് ഒരു വസ്തുവിന് സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് പിടിച്ചിങ്ങനെ വലിച്ചു വെക്കുകയാണ് അല്ലേ. അപ്പൊ ആ വലിച്ചു നിൽക്കുന്ന സമയത്ത് ആ റബ്ബർ ബാൻഡ് ചലിച്ചുകൊണ്ടിരിക്കല്ല, അല്ലെങ്കിൽ ആ റബ്ബർ ബാൻഡ് മേൽ ഇരിക്കുന്ന വസ്തു ചലിച്ചുകൊണ്ടിരിക്കല്ല. അതിന്റെ ആ പൊസിഷൻ മൂലം, ആ സ്ട്രെയിൻ മൂലം ഒരു ഊർജ്ജം അവിടെ ലഭിക്കുന്നുണ്ട്. ആ സ്ട്രെയിൻ മൂലം അല്ലെങ്കിൽ അതിന്റെ ആ നിൽക്കുന്ന പൊസിഷൻ മൂലം ഒരു ഊർജ്ജം ഉണ്ട്. അത് സ്ഥിതികോർജാണെന്ന് പറയാം. ഇപ്പോൾ തെങ്ങിന് മുകളിൽ നിൽക്കുന്ന ഒരു തേങ്ങ, തെങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു തേങ്ങ, ആ തേങ്ങയ്ക്ക് ഒരു ഊർജ്ജം ഉണ്ട്, അത് സ്ഥിതികോർജാണ്. അതിന്റെ സ്ഥാനം മൂലം അതിനെ ലഭിച്ചിരിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം. അതേപോലെ തന്നെ നമ്മൾ ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം അല്ലെ, ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം, ആ വെള്ളത്തിനൊരു ഊർജ്ജം ഉണ്ട്, അത് എന്ത് ഊർജ്ജമാണ്? സ്ഥിതികോർജം. എന്നാൽ ഗതികോർജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗതികോർജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഗതി എന്ന് പറഞ്ഞാൽ ചലിക്കാന്നല്ല അർത്ഥം. അപ്പൊ അതിന്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ചലിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും എന്തുണ്ട്? ഗതികോർജം ഉണ്ട്. ഇപ്പൊ നമ്മൾ ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിൽ സ്ഥിതികോർജാണെന്ന് പറഞ്ഞു. ഇനി അവിടെ നിന്ന് ഡാമിൽ നിന്നും ആ വെള്ളം നമ്മൾ ഇവിടേക്ക് ആ ടർബൈൻ കറക്കാൻ വേണ്ടി കൊണ്ടുവരാണ്. അപ്പൊ അവിടെ എന്താണ്? ആ വെള്ളം ചലിച്ചുകൊണ്ട് വരാണ് അല്ലെ, ആ പൈപ്പിൽ കൂടി. അപ്പൊ അവിടെ ആ വെള്ളത്തിനുള്ള ഊർജ്ജം ഗതികോർജമായി മാറി. സ്ഥിതികോർജം എന്ത് ഊർജ്ജമായി മാറി? ഗതികോർജമായി മാറി. അപ്പൊ ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജം ഗതികോർജവും, എന്നാൽ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജം സ്ഥിതികോർജവുമാണ്. സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജം സ്ഥിതികോർജം, എന്നാൽ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജം ഗതികോർജം. ഇതിന്റെ രണ്ടിന്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. സ്ഥിതികോർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് mgh ആണ്. mgh ആണ് സ്ഥിതികോർജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ സ്ഥിതികോർജത്തെ അതെന്തിനാ പഠിക്കാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിതികോർജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാന്ന് കിട്ടും. M എന്ന് പറഞ്ഞാൽ മാസ് ആണ്. G എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾക്ക് ചലന നിയമങ്ങൾ പഠിക്കുമ്പോൾ, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. അത് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. ജിക്ക് ഒരു വാല്യൂ ഉണ്ട് കൃത്യമായിട്ട്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. അത് കൂടുതലായി ചോദിക്കാറില്ല. പിന്നെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ സ്ഥിതികോർജം കൂടും, ഹൈറ്റ് കുറയുന്നതിനനുസരിച്ച് സ്ഥിതികോർജവും കുറയും അല്ലെ. മാസ് കൂടുന്നതിനനുസരിച്ച് സ്ഥിതികോർജം കൂടും, മാസ് കുറയുന്നതിനനുസരിച്ച് സ്ഥിതികോർജം കുറയുകയും ചെയ്യും. അപ്പൊ മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്, ഒരു വസ്തു താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ സ്ഥിതികോർജത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളത്. ഒരു വസ്തു താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ സ്ഥിതികോർജത്തിന് എന്ത് സംഭവിക്കും? താഴേക്ക് പതിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഹൈറ്റ് കുറയാണ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും സ്ഥിതികോർജവും കുറയും അല്ലെ.
അപ്പോൾ ഹൈറ്റ് കൂടുന്തോറും സ്ഥിതികോർജ്ജം കൂടും അല്ലെ, മാസ് കൂടുന്തോറും സ്ഥിതികോർജ്ജം കൂടും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഇക്വേഷൻ പഠിച്ചേക്കാൻ പറഞ്ഞത്. സ്ഥിതികോർജ്ജം U = mgh എന്ന് പഠിച്ചേക്കുക. അതേപോലെ ഗതികോർജ്ജം കൈനറ്റിക് എനർജി K = ½ mv² എന്ന് പഠിച്ചേക്കുക. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും, കാരണം 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. K = കൈനറ്റിക് എനർജി അഥവാ ഗതികോർജ്ജം K = ½ mv² എന്നും പഠിച്ചേക്കാം. അടുത്തതായിട്ട് മുമ്പ് PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു വസ്തുവിന്റെ പ്രവേഗം 2 മടങ്ങായി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗതികോർജ്ജത്തിൽ ഉണ്ടാകുന്ന മാറ്റം എത്രയാണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം 2 മടങ്ങായി വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗതികോർജ്ജത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? സംഭവം കാണാൻ വളരെ സിമ്പിൾ ആണ്. ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് PSC കൂടുതലും ചോദിക്കാറുള്ളത്. നമ്മൾ ഓൾറെഡി ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായി കാണാൻ പറ്റും. ഇക്വേഷൻ എന്താണ്? ഗതികോർജ്ജത്തിന്റെ കൈനറ്റിക് എനർജി അഥവാ ഗതികോർജ്ജം K = ½ mv² ആണ് അല്ലെ, ½ mv². m എന്ന് പറഞ്ഞാൽ മാസ് ആണ് അല്ലെങ്കിൽ പിണ്ഡമാണ്. v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേഗം അഥവാ വെലോസിറ്റി ആണ്. v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവേഗം അഥവാ വെലോസിറ്റി ആണ്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ വെലോസിറ്റി അഥവാ പ്രവേഗം 2 മടങ്ങായി വർദ്ധിച്ചു. അപ്പൊ സാധാരണ v എന്നുള്ളതിന് പകരം 2 മടങ്ങ് എന്ന് പറയുമ്പോൾ എന്താണ്? 2 × v വരും അല്ലെ. 2 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × v. 3 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × v വരും. 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4 × v. 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 5 × v ആണ് വരാം. അപ്പൊ നമ്മൾ v എന്നുള്ളിടത്തത് എന്ന സ്ഥാനത്ത് അതിന് പകരം 2v എന്ന് കൊടുക്കുക. 2 മടങ്ങ് വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ v ഉള്ള പ്ലേസിൽ 2v 2 × v എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ ½ mv² അല്ലേ, ഹോൾ² ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ 2vക്ക് ഹോൾ² കൊടുക്കുമ്പോൾ അത് 4v² ആയി മാറി, 4v² ആയി മാറി. ഇനി നമുക്ക് വേണ്ട ഇക്വേഷൻ ഉണ്ടല്ലോ, ½ mv² എന്നുള്ള ഇക്വേഷൻ അവിടെ നിർത്തിയിട്ട് എക്സ്ട്രാ കൂടുതലുള്ളതിനെ നിങ്ങൾ മാറ്റി നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ള ആ ½ mv² എന്നുള്ള ഇക്വേഷൻ അവിടെ നിർത്തിയിട്ട് ബാക്കി അതിൽ എന്ത് കൂടുതലുണ്ടോ അതിനെ നിങ്ങൾ റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ മാറ്റി എഴുതാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടും അവിടെ ½ mv² × 4 എന്ന് കിട്ടും. ½ mv² × 4 അല്ലെ. അപ്പൊ എത്ര മടങ്ങാണ് അവിടെ വർദ്ധിപ്പിച്ചത്? പ്രവേഗം 2 മടങ്ങായി വർദ്ധിപ്പിച്ചപ്പോൾ അതിന്റെ ഗതികോർജ്ജം 4 മടങ്ങായിട്ട് കൂടി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ കൂടി ചോദിക്കാം. ഞാനത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി ക്ലിയർ ചെയ്ത് തരും. അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടി കൂടുതലായി ക്ലിയർ ആവും. അതായത് ഇപ്പൊ പ്രവേഗം 4 മടങ്ങായി വർദ്ധിച്ചു, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം 4 മടങ്ങായി വർദ്ധിച്ചു എങ്കിൽ അതിന്റെ ഗതികോർജ്ജത്തിൽ വരുന്ന മാറ്റം എത്രയാണ്? ഓപ്ഷനില് ഇപ്പൊ 10 മടങ്ങ്, 12 മടങ്ങ്, 16 മടങ്ങ്, 4 മടങ്ങ്, 8 മടങ്ങ് എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻ എടുക്കുക. K = ½ mv² എടുത്തു. ഇനി v എന്ന് പറഞ്ഞതാണ് പ്രവേഗം. അത് എത്ര മടങ്ങായി വർദ്ധിച്ചു എന്നാണ് പറഞ്ഞത്? 4 മടങ്ങായി വർദ്ധിച്ചു അല്ലെ. അപ്പൊ v എന്നുള്ളതിന് പകരം 4v എന്ന് കൊടുക്കണം, 4 × v എന്ന് കൊടുക്കണം. ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 4v² എന്നുള്ളത് അവിടെ 16v² എന്ന് വരും. അപ്പൊ എന്ത് ചെയ്യാ? നമ്മുടെ ഇക്വേഷൻ ഒറിജിനൽ ഇക്വേഷനിലുള്ള സാധനങ്ങൾ മാത്രം അവിടെ നിർത്താം. ½ mv² മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി എക്സ്ട്രാ വരുന്നതിനെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നീക്കി എഴുതാം. അപ്പൊ അവിടെ ബാക്കി വരുന്നത് 16 ആണ് അല്ലെ, ×16 ആണ്. അപ്പൊ എത്ര മടങ്ങായി വർദ്ധിച്ചു? 4 മടങ്ങ് പ്രവേഗം വർദ്ധിച്ചപ്പോൾ അതിന്റെ ഗതികോർജ്ജം എന്ന് പറയുന്നത് 16 മടങ്ങായിട്ട് വർദ്ധിച്ചു. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഊർജത്തിന്റെ മാറ്റമാണ് പറയുന്നത്. അതായത് ഊർജം ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നത് അല്ലെ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു പ്രപഞ്ചത്തിൽ ഒന്നില്ലെങ്കിൽ എല്ലാ വസ്തുക്കളും ഒന്നില്ലെങ്കിൽ മാസാണ് അല്ലെങ്കിൽ ഊർജമാണെന്ന് അല്ലെ. നമ്മുടെ ഐൻസ്റ്റീന്റെ E = mc² എന്ന് പറഞ്ഞ ലോ ഓഫ് സ്പെഷ്യൽ റിലേറ്റിവിറ്റിയിൽ അദ്ദേഹം പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാതും ഒന്നില്ലെങ്കിൽ ഊർജമാണ് അല്ലെങ്കിൽ മാസാണ്. ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം, ഈ എനർജീനെ നമുക്ക് മാസ് അല്ലെ, മാസായിട്ടും മാസിനെ നമുക്ക് എനർജി ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ റിലേഷൻ ആണ് E = mc² എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളുണ്ട് ഇല്ലേ, ഒരുപാട് തരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളുണ്ട്. ശബ്ദോർജ്ജമുണ്ട്, പ്രകാശോർജ്ജമുണ്ട്, യാന്ത്രികോർജ്ജമുണ്ട്, താപോർജ്ജമുണ്ട് അല്ലെ. അങ്ങനെ പലതരത്തിലുള്ള ഊർജ്ജ രൂപങ്ങളുണ്ട്. നമ്മൾ പറയുമ്പോൾ ഊർജ്ജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ആരെയാണ്? നമ്മൾ ഊർജ്ജത്തിന്റെ ഉറവിടം, ഭൂമിയിലെ ഊർജ്ജത്തിന്റെ ഉറവിടം സൂര്യനാണ് അല്ലെ. ഭൂമിയിലെ ഊർജ്ജത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യനിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശമാണ് ഭൂമിയിലെ എല്ലാ ഊർജ്ജത്തിന്റെയും ഉറവിടം. കാരണം സൂര്യനിൽ നിന്നും സൂര്യപ്രകാശം വരുന്നു
അതെന്താണ്? അത് പ്രകാശോർജമാണ്. പ്രകാശോർജമാണ്. ആ പ്രകാശോർജത്തെ സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നു, അല്ലെ? പ്രകാശത്തെ സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ജലത്തിന്റെയും അതുപോലെ ലവണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്ത് അത് ഇലകളിൽ സംഭരിക്കുന്നു. അപ്പോൾ ആ ഊർജം എന്തായി മാറി? അവിടെ പ്രകാശോർജം എന്തായി മാറി? രാസോർജമായി മാറി. സംഭരിക്കപ്പെടുന്നതെല്ലാം രാസോർജമാണ്. സംഭരിക്കപ്പെടുന്നതെല്ലാതും രാസോർജമാണ്. നമ്മളൊരു ബാറ്ററിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ഊർജം എന്തെന്ന് ചോദിച്ചാൽ അത് രാസോർജമാണ്. വിറക് കത്തുമ്പോൾ, അല്ലെ, വിറകിൽ അടങ്ങിയിരിക്കുന്ന ഊർജം രാസോർജമാണ്. അപ്പൊ വിറക് കത്തുന്ന സമയത്ത് വിറകിൽ അടങ്ങിയിരിക്കുന്ന രാസോർജം എന്തായി മാറുന്നു? കത്തുമ്പോൾ അത് പ്രകാശോർജവും ഒപ്പം താപോർജവുമായി മാറുന്നു, ഇല്ലേ? വിറക് കത്തുമ്പോൾ അവിടെ താപം വരുന്നുണ്ട്, അപ്പൊ അത് താപോർജമായി മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രകാശവും വരുന്നില്ലേ? പ്രകാശോർജവുമായി മാറുന്നു. ഇത്തരത്തിൽ ഊർജം ഇങ്ങനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു പദാർത്ഥത്തിലും അടങ്ങിയിരിക്കുന്ന ഊർജം അല്ലെങ്കിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ഊർജം എന്ന് പറയുന്നത് രാസോർജമാണ്. ബാക്കി എല്ലാ ഊർജങ്ങളും നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ ഒരു വൈദ്യുത ബൾബ് പ്രകാശിക്കുകയാണ്. വൈദ്യുത ബൾബ് പ്രകാശിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? വൈദ്യുതോർജം, അല്ലേ? അവിടെ വൈദ്യുതോർജം എന്തായി മാറുന്നു? പ്രകാശോർജവും ഒപ്പം താപോർജവുമായി മാറുന്നുണ്ട്. നിങ്ങൾക്ക് ഫിലമെന്റ് ബൾബൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അവിടെ ആ വൈദ്യുതോർജം പ്രകാശോർജമായി മാറുന്നതിനൊപ്പം തന്നെ താപോർജമായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ബൾബുമേൽ പിടിക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നത്. പക്ഷെ CFL ബൾബിലൊന്നും തന്നെ അത്ര അധികം താപം വരുന്നില്ല. എങ്കിലും കുറേ നേരം ഒരു CFL ബൾബും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അത് ബൾബുമ പിടിക്കുമ്പോൾ ചൂട് അനുഭവപ്പെടും. അപ്പൊ അവിടെ വൈദ്യുതോർജം താപോർജമായിട്ടും അതോടൊപ്പം തന്നെ പ്രകാശോർജം, മെയിനായിട്ട് പ്രകാശോർജമാണ്, അതിൻ്റെ ഒപ്പം താപോർജമായി മാറുന്നുണ്ട്. ഒരു മിക്സി പ്രവർത്തിക്കുമ്പോൾ മിക്സി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വൈദ്യുതോർജം എന്തായി മാറുന്നു? അവിടെ യാന്ത്രികോർജം, മോട്ടോർ കറങ്ങുന്നത്, യന്ത്രഭാഗങ്ങൾ കറങ്ങുന്നതെല്ലാം തന്നെ യാന്ത്രികോർജമാണ്. അപ്പോൾ ഒരു മോട്ടോർ പ്രവർത്തിക്കുന്ന സമയത്ത്, ഒരു മിക്സി പ്രവർത്തിക്കുന്ന സമയത്ത് അത് അവിടെ യാന്ത്രികോർജമായി മാറുന്നുണ്ട്. ഒപ്പം ശബ്ദോർജമായി മാറുന്നുണ്ട്, ഇല്ലേ? ശബ്ദം വരില്ലേ? നിങ്ങൾ ഒരു മിക്സി പ്രവർത്തിക്കുന്ന സമയത്ത് ശബ്ദം വരുന്നില്ലേ? അപ്പൊ അത് യാന്ത്രികോർജമായി മാറുന്നുണ്ട്, ശബ്ദോർജമായി മാറുന്നുണ്ട്, അതോടൊപ്പം തന്നെ താപോർജമായി മാറുന്നുണ്ട്. ഒരുപാട് നേരം മിക്സിയൊക്കെ പ്രവർത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ജാറുമലൊക്കെ തൊടുമ്പോൾ ചെറിയ ചൂട് അനുഭവപ്പെടും. അപ്പൊ അതിന് കാരണം അവിടെ വൈദ്യുതോർജം ഏതൊക്കെ രൂപത്തിലേക്ക് മാറി? മെയിനായിട്ട് യാന്ത്രികോർജമായിട്ട് മാറി. അതിൻ്റെ ഒപ്പം തന്നെ താപോർജവും ശബ്ദോർജവുമായി മാറി. ഇതേപോലെ തന്നെ ഏത് എക്സാമ്പിളും നിങ്ങൾക്ക് തന്നെത്താൻ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഫാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വൈദ്യുതോർജം എന്താണ് മാറുന്നത്? അവിടെ യാന്ത്രികോർജമായിട്ടാണ് മാറുന്നത്. അയൺ ബോക്സ് എടുക്കുമ്പോൾ അവിടെ വൈദ്യുതോർജം താപോർജമായിട്ടാണ് മാറുന്നത്, അല്ലെ? അയൺ ബോക്സിൽ വൈദ്യുതോർജം താപോർജമായിട്ടാണ് മാറുന്നത്. ഇനി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി നോക്കിയേ, വെള്ളം നമ്മുടെ അണക്കെട്ടുകളിൽ കെട്ടി നിർത്തിയിരിക്കുന്നു. അവിടെ അത് സ്ഥിതികോർജമാണ്, അല്ലെ? ഇങ്ങനെ ഒരു വസ്തു ഇങ്ങനെ ഒരു സ്ഥാനം മൂലം ആ വസ്തുവിന് ലഭിക്കുന്നത് സ്ഥിതികോർജമാണ്. അപ്പൊ അണക്കെട്ടുകളിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു, അപ്പൊ അവിടെ സ്ഥിതികോർജമാണ്. ഇനി അതിനെ നമ്മൾ ഇവിടേക്ക് ടർബൈൻ കറക്കാൻ വേണ്ടി എത്തിക്കുമ്പോൾ അവിടെ ഗതികോർജം, ചലിച്ചു വരുമ്പോൾ അവിടെ ഗതികോർജം വരുന്നു. ഇനി ടർബൈൻ കറക്കുന്ന നേരത്ത് അവിടെ യാന്ത്രികോർജമാണ് മാറുന്നത്, അല്ലെ? യാന്ത്രികോർജമാണ്. ടർബൈൻ കറങ്ങുമ്പോൾ യാന്ത്രികോർജം, പിന്നീട് ആ യാന്ത്രികോർജം എന്തായി മാറുന്നു? വൈദ്യുതോർജമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തില് ഊർജം എപ്പോഴും ഒരു രൂപത്തിൽ നിന്ന് ഇങ്ങനെ മറ്റൊരു രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ചോദ്യം ചോദിക്കാം, നിങ്ങൾ തന്നെ ഉത്തരം പറയാം. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങളിൽ നടക്കുന്ന മാറ്റം എന്താണ്? അതായത് സസ്യങ്ങൾ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു, അഥവാ നമുക്ക് പ്രകാശോർജ്ജത്തെ അത് രാസോർജ്ജമാക്കി മാറ്റുന്നു എന്ന് പറയാം, അല്ലെ? പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു അല്ലെങ്കിൽ സൗരോർജ്ജത്തെ അത് രാസോർജ്ജമാക്കി മാറ്റുന്നു എന്ന് പറയാം. ഇനി ഒരു വസ്തുവിനെ മതിയായ അളവിൽ താപോർജം ലഭിക്കുകയോ അല്ലെങ്കിൽ താപോർജം അത് പുറത്തു വിടുകയോ ചെയ്യുമ്പോൾ അതിന് അവസ്ഥാ പരിവർത്തനം ഉണ്ടാവും. ഒരു വസ്തു താപോർജം സ്വീകരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഐസ് ക്യൂബ്, അല്ലെ? ഐസ് ക്യൂബ് ഖരാവസ്ഥയിലാണ്, അത് താപം സ്വീകരിക്കുകയാണ്. കൂടുതൽ മതിയായ താപം ലഭിക്കുമ്പോൾ അത് ഏത് അവസ്ഥയിലേക്ക് മാറും? ദ്രാവകാവസ്ഥയിലേക്ക് മാറും. വീണ്ടും അതിന് ഊർജം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്, താപോർജം വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അത് ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ഊർജം ലഭിക്കുമ്പോൾ അതിലെ കണികകൾക്ക് കൂടുതൽ ഊർജം ലഭിക്കുകയാണ്. അപ്പൊ അവ പരസ്പരം അകന്നു നീങ്ങും, അല്ലെ? ഊർജം ലഭിക്കുമ്പോൾ നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല, അല്ലെ? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അകന്നു നീങ്ങും. അപ്പൊ ഇത്തരത്തിൽ ഈ കണികകൾ തമ്മിൽ പരസ്പരം അകന്നു നീങ്ങുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവസ്ഥാ പരിവർത്തനം ഉണ്ടാവും. അപ്പൊ ആദ്യം ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലേക്കും പിന്നെ അത് വാതകാവസ്ഥയിലേക്കും മാറും. ഇപ്പൊ നിങ്ങൾ ഐസ് ക്യൂബ് തന്നെ ഇല്ല, നിങ്ങളിപ്പോ ഒരു ഇരുമ്പിന്റെ കഷ്ണം എടുക്കുകയാണ്. ഇരുമ്പിന്റെ കഷ്ണത്തിന് നല്ല രീതിയിൽ ചൂടാക്കിയാൽ ഇപ്പൊ ഐസിന് കൊടുക്കുന്ന താപം പോരാ, അല്ലെ? അതിൽ കൂടുതൽ അതിനാവശ്യമായിട്ടുള്ള, അതാണ് മതിയായ താപം കൊടുത്തു കഴിയുമ്പോൾ ഈ ഇരുമ്പും കഷ്ണം എന്തായി മാറും? അത് മെൽറ്റ് ചെയ്തിട്ട്
ദ്രാവകാവസ്ഥയിലേക്ക് വരും. ഇനി വീണ്ടും അതിന് നമ്മൾ ഒരുപാട് താപം കൊടുക്കുമ്പോൾ അതെന്ത് ചെയ്യും? അത് വാതകാവസ്ഥയിലേക്കും മാറും. മനസ്സിലായ? അപ്പൊ വസ്തുക്കൾക്ക് മതിയായ അളവിൽ താപോർജ്ജം ലഭിക്കുമ്പോൾ അവയ്ക്ക് അവസ്ഥാ പരിവർത്തനം ഉണ്ടാവും. ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കും ദ്രാവകാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്കും മാറും അല്ലെ? അതേപോലെ തന്നെയാണ് ഈ താപോർജ്ജം പുറത്ത് വിടുമ്പോഴും അവസ്ഥാ പരിവർത്തനം ഉണ്ടാവും. എന്താണ്? ഈ താപോർജ്ജം പുറത്ത് വിടുമ്പോൾ ഇപ്പൊ നമ്മൾ വെള്ളം നമ്മുടെ റെഫ്രിജറേറ്ററിൽ വെക്കുകയാണ്. അപ്പൊ അവിടെ എന്താണ്? അത് താപം പുറത്ത് വിടാണ്. പുറത്ത് വിടുമ്പോൾ അത് എന്തായി മാറും? അത് ഐസായി മാറും. ഇപ്പോ നമ്മൾ നീരാവിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടില്ലേ? അപ്പൊ താപം സ്വീകരിക്കുമ്പോഴും അവസ്ഥാ പരിവർത്തനം ഉണ്ടാവും, താപോർജ്ജം പുറത്ത് വിടുമ്പോഴും അവസ്ഥാ പരിവർത്തനം ഉണ്ടാകും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം, ജലം തിളയ്ക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ജലം ബാഷ്പമാകുന്ന താപനില ഒരിക്കലും 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കരുത്. ജലം തിളയ്ക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, പക്ഷെ ജലം ബാഷ്പമായി മാറുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ് അല്ല. കാരണം നിങ്ങളൊക്കെ വീട്ടിലൊക്കെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെക്കുക, റൂമിലോ എവിടെയെങ്കിലും വെള്ളം എടുത്ത് വെക്കുക. ഒരു 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അതിലെ വെള്ളത്തിന്റെ അളവ് സ്വാഭാവികമായിട്ടും കുറഞ്ഞിട്ടുണ്ടാവും. ഇല്ലേ? കുറഞ്ഞിട്ടുണ്ടാവും. അത് വെള്ളം തിളച്ചിട്ടാണോ? ഇനി അങ്ങനെ വേണ്ട. ഇപ്പോ ഈ ജലാശയങ്ങളിൽ വെള്ളമുണ്ട്, കുളത്തിലും കിണറുകളിലും ഒക്കെ തോട്ടിലൊക്കെ വെള്ളമുണ്ട്. ഇത് നമുക്കറിയാം, വേനൽക്കാലത്ത് ഇതിലെ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണ്? അതിലെ വെള്ളം നീരാവിയായി പോയിട്ടാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ആ കുളത്തിലെ വെള്ളം കിടന്ന് തിളച്ചിട്ടാണോ നീരാവിയാകുന്നത്? അല്ലെങ്കിൽ തോട്ടിലെ വെള്ളം അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളം തിളച്ചതിന് ശേഷമാണോ അത് നീരാവിയായി പോകുന്നത്? അല്ലല്ലോ. നമ്മൾ പഠിക്കുന്നതാണ്, ജലാശയങ്ങളിലെ വെള്ളം സൂര്യന്റെ ചൂടേറ്റ് നീരാവിയായി മുകളിലേക്ക് പോകുന്നു, തണുത്തുറഞ്ഞത് മേഘങ്ങളായി തീരുന്നു, അല്ലെ? ഘനീഭവിച്ച് മേഘങ്ങളായി തീരുന്നു, പിന്നെ മഴ പെയ്യുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ജലാശയങ്ങളിലെ വെള്ളമൊക്കെ നീരാവിയായി പോകുന്നത് അത് തിളച്ചതിന് ശേഷമാണോ? അല്ല അല്ലെ? അപ്പൊ ജലം ബാഷ്പമായി മാറുന്നത് എന്താണ്? 100 ഡിഗ്രി സെൽഷ്യസിലല്ല, അത് സാധാരണ അന്തരീക്ഷ താപനിലയിലും നടക്കും. അതിന് മതിയായിട്ടുള്ള താപോർജ്ജം ലഭിച്ചാൽ മതി. അത് മുകൾ ഭാഗത്തുള്ള ആ ജലഗണികകൾക്ക് ആവശ്യത്തിനുള്ള താപം ലഭിച്ചു കഴിഞ്ഞാൽ അവ എന്തായി മാറും? ബാഷ്പമായി മാറും. അത് തന്നെയാണ് നമ്മൾ ഉണക്കാനിട്ടിരിക്കുന്ന തുണികൾ, നമ്മൾ വസ്ത്രങ്ങളൊക്കെ ഉണക്കാൻ വെയിലത്തിടും അല്ലെ? ഇട്ട് കഴിഞ്ഞാൽ അതിലെ വെള്ളങ്ങളൊക്കെ തിളച്ചിട്ടാണോ മുകളിലേക്ക് ബാഷ്പമായി പോകുന്നത്? അല്ല. കാരണം ഈ വസ്ത്രത്തിന്റെ ഇഴകൾക്കിടയിലുള്ള ജലത്തിന് മതിയായിട്ടുള്ള താപം ലഭിച്ചു കഴിയുമ്പോൾ അവ നേരിട്ട് ബാഷ്പമായി മാറും, അന്തരീക്ഷത്തിലേക്ക് പോകും. മനസ്സിലായി? അപ്പൊ ജലം തിളയ്ക്കുന്ന താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്, പക്ഷെ ഒരിക്കലും ജലം ബാഷ്പമായി തീരുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലല്ല. അതിന് മതിയായ താപനില ലഭിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അവസ്ഥാ പരിവർത്തനത്തിന് വിധേയമാകുന്നു. മനസ്സിലാക്കിയിരിക്കാം. ഇനി ഭൗതിക മാറ്റമുണ്ട്, രാസമാറ്റമുണ്ട്. അതും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗം തീർന്നു. ഭൗതിക മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതിക മാറ്റം, നമ്മൾ ഒരു പേപ്പർ കഷ്ണം കീറാണ്. ഒരു പേപ്പർ കഷ്ണം കീറുന്നത് ഭൗതിക മാറ്റാണ്. അതിന് അതായത് ആ പേപ്പറിന്റെ കഷ്ണം കീറിയപ്പോൾ അതിന്റെ രൂപത്തിന് മാറ്റം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ സൈസിന്, വലിപ്പത്തിന് മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ല, അല്ല. അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടായിട്ടില്ല. പുതിയ പ്രൊഡക്റ്റ് ഉണ്ടായിട്ടുണ്ടോ? അവിടെ കടലാസ് തന്നെയല്ലേ? കടലാസ്, ഒരു വലിയൊരു ഷീറ്റ് കടലാസ്, ഒരു A4 ഷീറ്റ് നിങ്ങളെടുത്ത് കീറി. അതിന്റെ വലിപ്പത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്, അതിന്റെ രൂപത്തിനുള്ള മാറ്റം വന്നിട്ടുണ്ട്. നല്ല സ്ക്വയറിലായിരുന്ന കടലാസ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി മാറിയിരിക്കുന്നു, അല്ലെ? പക്ഷെ ഒരിക്കലും അതിന്റെ എന്തിനു മാറ്റം വന്നിട്ടില്ല? ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ അവസ്ഥയ്ക്ക് ഒരിക്കലും മാറ്റം വന്നിട്ടില്ല. അതിന് പകരം നിങ്ങളൊരു കടലാസ് കത്തിക്കാണ്. കടലാസ് കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അവിടെ പുതിയൊരു പ്രൊഡക്റ്റായി മാറി, ചാരം, അല്ലെ? കാർബൺ, അത് കത്തിച്ച് ചാരമായി മാറി. അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടായി. അപ്പൊ അത് രാസമാറ്റമാണ്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? ഒരു മാറ്റത്തില് പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പുതിയൊരു വസ്തു ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് രാസമാറ്റവും, പുതിയ വസ്തു ഉണ്ടാകുന്നില്ലെങ്കിൽ ഭൗതിക മാറ്റമാണ്. ഒരു കടലാസ് കീറുന്നത് ഭൗതിക മാറ്റമാണ്, എന്നാൽ കടലാസ് കത്തിക്കുന്നത് രാസമാറ്റമാണ്. രാസമാറ്റത്തിന് നമുക്ക് ഒരിക്കലും തിരിച്ച് പഴയ രൂപത്തിലേക്ക് മാറ്റാൻ സാധ്യമല്ല. പഴയ രൂപത്തിലേക്ക് ഇപ്പൊ നമുക്ക് കടലാസ് കഷ്ണങ്ങൾ കീറിയാലും നമുക്കത് ഒട്ടിച്ച് വെച്ച് പഴയ രൂപത്തിലേക്ക് ആക്കാം. പക്ഷെ കടലാസ് കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇതിനെ പഴയ രൂപത്തിലേക്ക് ആക്കാൻ സാധിക്കില്ല. ഇപ്പൊ അത് തന്നെയാണ് നമ്മൾ വിറക്, അല്ലെ? വിറക് നമ്മൾ ഒടിച്ച് കഷ്ണങ്ങളാക്കി. അപ്പൊ ഒരു വലിയൊരു വിറക് കൊള്ളി നമ്മൾ 2 കഷ്ണമാക്കി മാറ്റി. അപ്പൊ അതിന് എന്ത് മാറ്റം സംഭവിച്ചു? ഭൗതിക മാറ്റം സംഭവിച്ചു. പക്ഷെ ആ വിറക് കൊള്ളി നമ്മൾ കത്തിച്ചു, അടുപ്പിൽ വെച്ച് കത്തിച്ചു. അപ്പൊ അതിന് രാസമാറ്റാണ് സംഭവിച്ചത്. കത്തിക്കുന്നതെല്ലാം എപ്പോഴും രാസമാറ്റമാണ്. കത്തിക്കുന്നത്, പുളിപ്പിക്കുന്നത്, പഴുക്കുന്നത്, ഇതൊക്കെ രാസമാറ്റങ്ങളാണ്. ഇപ്പൊ പാല് പുളിച്ച് തൈരായി മാറി,
അല്ലേ? അവിടെ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടായി, തൈര് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ്. അപ്പൊ എന്താണ്, അതിനൊരിക്കലും നമുക്ക് തിരിച്ച് പാലാക്കാൻ സാധ്യമല്ല. അതൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടായി, അത് രാസമാറ്റമാണ്. പഴം പഴുക്കുന്നത്, പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പച്ചപ്പഴാക്കാൻ പറ്റുമോ? ഇല്ല, അല്ലെ? അപ്പൊ അതെന്താണ്, അതൊരു രാസമാറ്റമാണ്. പഴയ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധ്യമല്ല. അപ്പൊ പഴുക്കുന്നത്, പുളിപ്പിക്കുന്നത്, കേടാകാന്ന് വെച്ചാൽ നമ്മള് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പിറ്റേ ദിവസത്തേക്ക് കേടാകും, അല്ലെ? അതെന്താണ്, അതിനൊരു പുളിപ്പ് വരാണ്, പിറ്റേ ദിവസത്തേക്ക് കേടുവരും. ഇത്തരത്തില് അതുപോലെ കത്തിക്കുന്നത്, ഇതൊക്കെ രാസമാറ്റമാണെന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഭൗതിക മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു താൽക്കാലികമായിട്ടുള്ള മാറ്റമാണ്, നമുക്കതിനെ തിരിച്ച് പഴയ രൂപത്തിലാക്കി ആക്കാൻ പറ്റും. രാസമാറ്റം എന്ന് വെച്ചാൽ ഒരു സ്ഥിര മാറ്റമാണ്. രാസമാറ്റം എന്ന് വെച്ചാൽ സ്ഥിര മാറ്റമാണ്, നമുക്ക് ഒരിക്കലും അതിനെ പഴയ രൂപത്തിലേക്ക് മാറ്റാൻ സാധ്യമല്ല. ഒരിക്കലും പഴയ രൂപത്തിലേക്ക് മാറ്റാൻ സാധ്യമല്ല. കാരണം അവിടെ ഒരു പുതിയ പ്രൊഡക്റ്റ് രൂപപ്പെട്ടിരിക്കും, പുതിയൊരു വസ്തു ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതിന് എന്ത് വസ്തുക്കളും പഴുക്കുന്നതാണെങ്കിലും പുളിക്കുന്നതാണെങ്കിലും കേടുവരുന്നതാണെങ്കിലും അതേപോലെ തന്നെ കത്തിക്കുന്നതാണെങ്കിലും ഒക്കെ എന്താണ്, അതൊക്കെ രാസമാറ്റങ്ങളാണ്. അതുപോലെ ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഒരു രാസമാറ്റമാണ്. നമുക്ക് വീണ്ടും ഒരിക്കലും ആ തുരുമ്പിനെ വീണ്ടും ഇരുമ്പാക്കി മാറ്റാൻ പറ്റില്ല. വസ്ത്രങ്ങൾ ഉണങ്ങുന്നത് ഭൗതിക മാറ്റാണ്, അല്ലെ? നനഞ്ഞ വസ്ത്രം ഉണങ്ങുന്നത് ഭൗതിക മാറ്റാണ്, നമുക്ക് വേണമെങ്കിൽ വീണ്ടും നനയ്ക്കാൻ സാധിക്കും. എന്നാൽ വസ്ത്രങ്ങൾ വെയിലേറ്റ് നിറം മങ്ങുന്നത് രാസമാറ്റമാണ്. വസ്ത്രങ്ങൾ വെയിലേറ്റ് നിറം മങ്ങുന്നത് എന്ന് തന്നു കഴിഞ്ഞാൽ, നിറം മങ്ങിക്കഴിഞ്ഞാൽ അത് രാസമാറ്റമാണ്. അതേപോലെ തന്നെ എക്സ്റേ എടുക്കുന്ന സമയത്ത് ഫിലിമിന്റെ നിറം മാറൂല, എക്സ്റേ എടുക്കുന്ന സമയത്ത് ആ ഫിലിമിന്റെ നിറം മാറും, അതൊക്കെ രാസമാറ്റമാണ്. നമുക്ക് വീണ്ടും പഴയ പോലെ ആ ഫിലിം ആക്കാൻ പറ്റില്ല. മാങ്ങ പഴുക്കുന്നത് രാസമാറ്റമാണ്, അതിനെ പച്ചമാങ്ങയാക്കി മാറ്റാൻ നമുക്ക് പിന്നെ സാധ്യമല്ല. അതുപോലെ തന്നെ നമ്മൾ ചോറ് ചവച്ചരച്ച് കുറച്ചു നേരം വായിലിട്ട് ചവച്ചരയ്ക്കുന്ന സമയത്ത് ഒരു മധുരം വരും, അല്ലെ? അതെന്താണ്, അവിടെ ചോറ് നമ്മൾ ചവച്ചരയ്ക്കുന്ന സമയത്ത് അന്നജം മാൾട്ടോസ് ആയി മാറാണ്. വീണ്ടും നമുക്ക് ആ മാൾട്ടോസിനെ പിടിച്ച് അന്നജമാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് രാസമാറ്റമാണ്. ഇതൊക്കെ രാസമാറ്റങ്ങളാണ്. പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാകുകയാണ്, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. അവിടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടായാൽ അത് രാസമാറ്റമാണ്. എന്നാൽ മെഴുകുരുകി കഴിഞ്ഞാലും നമുക്ക് അതിനെ കുറച്ചു നേരം തണുപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ മെഴുകായി കിട്ടും, അത് ഭൗതിക മാറ്റമാണ്. വെള്ളം തിളച്ച് നീരാവിയാകുന്നത്, ആ നീരാവിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വെള്ളം കിട്ടും, അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഭൗതിക മാറ്റങ്ങളാണെന്നും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും കൂടുതൽ അഭിപ്രായങ്ങളുണ്ട്, ഞാൻ പറയുന്ന ക്ലാസ്സിൽ എന്തെങ്കിലും ക്ലിയർ ആവാതെ ഉണ്ട് എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. നിങ്ങളുടെ കമന്റ് ആണ് അടുത്ത ക്ലാസ് എടുക്കാനുള്ള പ്രചോദനം. ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.